ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു ദേശത്തിന്റെ ഏറ്റവും വലിയ പ്രോഗ്രാം ആപ്കി അദാലത്ത്. രജത് ശർമ്മയോടൊപ്പം നമസ്കാരം. ആപ്കി അദാലത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ആപ്കി അദാലത്തിൽ ഇന്ന് വരാൻ പോകുന്നത് ക്രിക്കറ്റ് ലോകത്തെ ഒരു വലിയ നക്ഷത്രമാണ്. അദ്ദേഹം ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റിലും T20, വൺ ഡേ മാച്ച്, ടെസ്റ്റ്, ഇതിൽ ലോകം മുഴുവനും പ്രശസ്തി നേടിയ ആളാണ്. ഈ ക്രിക്കറ്റർ തന്റെ ക്രിക്കറ്റ് കരിയറിൽ തന്റെ ബോൾ കൊണ്ടും ബാറ്റ് കൊണ്ടും ഉത്തരം നൽകിയത് മാത്രമല്ല, ആവശ്യം വരുമ്പോൾ വായു കൊണ്ടും കൃത്യമായിട്ടുള്ള ഉത്തരം നൽകാറുണ്ട്. പ്ലീസ് വെൽക്കം ഇന്ത്യയുടെ സൂപ്പർ സ്റ്റാർ ക്രിക്കറ്റർ ഹർഭജൻ സിംഗ്. തീർച്ചയായും. ഇന്നത്തെ ഈ വിചാരണയുടെ ജഡ്ജി ആരാണെന്ന് വെച്ചാൽ ക്രിക്കറ്റ് ലോകത്തെ മറ്റൊരു വിശിഷ്ട വ്യക്തിയാണ് യശ്പാൽ ശർമ്മ. ഇന്നത്തെ വിചാരണ തുടങ്ങുന്നതിന് മുൻപ് നമ്മുടെ ജഡ്ജിയായ യശ്പാൽ ശർമ്മ അതിനുള്ള അനുവാദം നൽകണം. നമുക്ക് അദ്ദേഹത്തോട് അനുവാദം ചോദിക്കാം. ഇന്നത്തെ വിചാരണ ആരംഭിക്കാവുന്നതാണ്. ഇന്നത്തെ നമ്മുടെ വിചാരണ തുടങ്ങുന്നതിന് മുൻപ് ഹർഭജൻ, താങ്കളുടെ വിവാഹ സമയത്ത് താങ്കൾ വാക്ക് നൽകിയിരുന്നു ആപ്കി അദാലത്തിൽ താങ്കളും ഭാര്യയും കൂടെ ചേർന്ന് വരാമെന്ന്. പക്ഷെ ഇന്ന് തനിയാണല്ലോ. സാർ, അതിപ്പോൾ എൻ്റെ വൈഫ് ഇംഗ്ലണ്ടിലാണുള്ളത്, അതുകൊണ്ട് അവരെ കൊണ്ട് വരാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. നെക്സ്റ്റ് ടൈം ഞങ്ങൾ 3 പേരായിട്ട് വന്നിരിക്കും സാർ. അങ്ങനെയാണെങ്കിൽ അത് നല്ലൊരു ന്യൂസ് അല്ലേ? അതെ, മൈ വൈഫ് ഈസ് ഡ്യൂ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ആശീർവാദം ഞങ്ങൾക്ക് വേണം. അപ്പോൾ എല്ലാം നല്ല രീതിക്ക് അങ്ങോട്ട് പോകും. എല്ലാവരുടെയും വിഷസ് താങ്കളോടൊപ്പം ഉണ്ട്. എല്ലാം നന്നായിട്ട് തന്നെ നടക്കും. ഇപ്പൊ പറഞ്ഞതുപോലെ അടുത്ത പ്രാവശ്യം നിങ്ങൾ 3 പേരും കൂടെ ആയിരിക്കും വരുന്നത്. തീർച്ചയായിട്ടും. പക്ഷേ കുഞ്ഞിനെ കൊണ്ട് ഉത്തരം പറയാൻ കഴിയില്ല. ഇപ്പോൾ ആപ്കി അദാലത്തിൽ ഹർഭജൻ സിംഗിന്റെ മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം നോക്കാം. ആപ്കി അദാലത്തിൽ ക്രിക്കറ്റർ ഹർഭജൻ സിംഗിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം കുസൃതി നിറഞ്ഞ വ്യക്തിയാണ് എന്നുള്ളതാണ്. ഹർഭജൻ, സിദ്ധു സാർ എന്താ പറഞ്ഞെന്ന് വെച്ചാ, നഗ്നനായ ഒരു വ്യക്തി നമുക്ക് ഒരു ഷർട്ട് തരികയാണെങ്കിൽ കുറച്ച് ജാഗ്രതയോടിരിക്കണം. അതുപോലെ ഡ്രസ്സിംഗ് റൂമിൽ ഹർഭജന്റെ അടുത്തും കുറച്ച് ജാഗ്രതയോടിരിക്കണം. സാർ, ആ കുസൃതി പ്രായമൊക്കെ എപ്പോഴേ പിന്നാലെ പോയി കഴിഞ്ഞു. എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാനിപ്പോൾ ഒരു വലിയ മനുഷ്യനായിരുന്നു. ഇപ്പോൾ ഞാൻ സമീപത്തിലെ ഒരു കുസൃതി ഒന്നും കാണിക്കുന്നില്ല. പക്ഷേ അന്ന് കുഞ്ഞുപ്രായത്തിൽ ഒരുപാട് കുസൃതി കാണിച്ച ഒരാളാണ്. എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇങ്ങനെ കളിക്കുന്ന സമയത്ത് പോലും ചിലപ്പോൾ ഒരു കുസൃതി കാണിച്ചെന്ന് വരുമല്ലോ. ഇപ്പോഴും ചിലപ്പോഴൊക്കെ വരും, പക്ഷേ കുറച്ച് ലിമിറ്റായിട്ടുണ്ട്. പിന്നെ അത് നാച്ചുറലി എൻ്റെ അടുത്തുണ്ട്. പിന്നെ പറയണമെങ്കിൽ ഞാനൊരു പഞ്ചാബി ആണല്ലോ, എല്ലാത്തിലും ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ കുസൃതി കാണിക്കാണ്ട് പിന്നെ എപ്പോഴാണ് സാർ? സൗരവ് ഗാംഗുലി ഷർട്ട് ഊരിയത് ഞങ്ങൾ എല്ലാവരും കണ്ടതാണ്. പക്ഷെ താങ്കളും പകുതി ഷർട്ട് ഊരിയതായിട്ടാണ് ഞാൻ കേട്ടത്. തീർച്ചയായിട്ടും സാർ, അത് എനിക്ക് നല്ലപോലെ ഓർമ്മയുണ്ട്. കാരണം ഫ്ലിൻടോഫിൽ നല്ല ഓർമ്മയുണ്ട്. എനിക്കിവിടെ വാൻകേഡിയം സ്റ്റേഡിയമിൽ ഫൈനൽ മാച്ചിൽ ഷർട്ട് അഴിച്ചിട്ട് ഓടിയിട്ടുണ്ട്. ആ കാര്യമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് സാർ. ഞങ്ങളവിടെ മാച്ച് ജയിച്ചതിന് ശേഷം നെറ്റ്വേഴ്സിൽ ദാദാ അദ്ദേഹത്തിന് ഷർട്ട് അഴിച്ചു. അപ്പം ഞാനും കൂടെ ഒന്ന് അഴിക്കാമെന്ന് ആലോചിച്ചേ. പക്ഷേ ഇതുവരെ പൊക്കിയപ്പോൾ രാഹുൽ പെട്ടെന്ന് എൻ്റെ കൈ പിടിച്ച് അഴിക്കല്ലേ എന്ന് പറഞ്ഞിരുന്നു. സത്യം പറഞ്ഞാൽ രാഹുൽ ദ്രാവിഡ് അന്ന് നല്ലൊരു കാര്യമാണ് ചെയ്തു തന്നത്. എന്നെ ഷർട്ട് അഴിക്കാൻ വിട്ടില്ല. ഇല്ലെങ്കിൽ ഇന്ന് എല്ലാവരും എന്നെ ഒരു ട്രോൾ മെറ്റീരിയൽ ആക്കിയനെ. സൽമാൻ ഖാന് ശേഷം ഞാനാണ് ഷർട്ട് അഴിച്ചതെന്നുള്ളതൊക്കെ പറഞ്ഞു. അതായത് ദാദയ്ക്ക് ശേഷം പിന്നെ ഞാനായിരിക്കും. നന്നായി രാഹുൽ എന്നെ തടഞ്ഞത്. പക്ഷെ ഇപ്പൊ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ ഈ കുസൃതിയൊക്കെ കാണിക്കാൻ. അതായത് അനിൽ കുംബ്ലെ കുറച്ച് ഡിസിപ്ലിൻ ഒക്കെ നോക്കുന്ന ആളാണ്, കുറച്ച് സീരിയസ് ആളാണ്. അതായത് അനിൽ സാറിൻ്റെ അടുത്ത് എനിക്ക് ഒരുപാട് റെസ്പെക്റ്റ് ഉണ്ട്. അതായത് ഞാൻ പിന്നെ ഒരുപാട് വർഷം ക്രിക്കറ്റ് കളിച്ചിട്ടുള്ള ആളാണ് ഞാൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ചേരുന്നതിന് മുൻപ് തൊട്ട് എനിക്ക് ആ മനുഷ്യനെ അറിയായിരുന്നു. ആ ഒരു കാലത്ത് ആ മനുഷ്യൻ്റെ അടുത്ത് ഞാൻ പഠിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ ഡോണ്ട് എവർ ഗിവ് അപ്പ്. കാരണം അങ്ങനെയുള്ള ഒരു ക്രിക്കറ്ററാണ് അദ്ദേഹം. യെസ്, അദ്ദേഹം ഒരു സീരിയസ് ആയ മനുഷ്യൻ തന്നെയാണ്. അദ്ദേഹം ഡിസിപ്ലിൻ, ഡിഗ്നിറ്റി ഇതൊക്കെ ഫോളോ ചെയ്യുന്ന ആളാണ്. കുറച്ചുപോലും എൻജോയ്മെൻ്റ് ഇല്ലെങ്കിൽ, അതായത് ഈ ഡ്രസ്സിംഗ് റൂമിൽ പോലും ടെൻഷനായിരിക്കുമ്പോൾ
ഗ്രൗണ്ടിൽ ടെൻഷനായിട്ടുള്ള പോലെ തന്നെ അവിടെയും വന്ന് ടെൻഷൻ ആവുന്ന സമയത്ത് ആ സമയത്ത് കോമഡി ഒന്നും വരത്തില്ല. മൈൻഡ് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ബാറ്റ്സ്മാൻ എങ്ങനെ ഔട്ട് ചെയ്യാം, പിന്നെ എങ്ങനെയാണ് മാച്ച് ജയിക്കാൻ എന്നുള്ളതായിരിക്കും. പക്ഷേ അതുപോലെ തന്നെ നിങ്ങൾ ഡ്രസ്സിംഗ് റൂമിലോട്ട് വന്നിട്ടും ടെൻഷൻ ആണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ വിചാരിച്ച കാര്യം നടക്കാണ്ട് പോകും. ഗ്രൗണ്ടിൽ എന്താ ചെയ്യണമെന്ന് വിചാരിച്ച കാര്യം. സോ അനിൽ സാറിന് എന്നെ കുറിച്ച് നന്നായിട്ട് അറിയാം. ഹി നോ മൈ നേച്ചർ. അതായത് ഞാൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളത്. ബട്ട് ഐ ഡോണ്ട് തിങ്ക് അദ്ദേഹം കളിക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് വർഷം കളിച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ നേച്ചർ കൊണ്ട് അദ്ദേഹത്തിന് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. പ്രോബ്ലം ഉണ്ടായിരുന്നു. താങ്കൾ ചില സമയങ്ങളിൽ നന്നായിട്ട് കളിക്കുമ്പോൾ അനിൽ കുംബ്ലെ പോയി ബെഞ്ചിലിരിക്കേണ്ട സ്ഥിതി വന്നിരുന്നു. അതും സത്യമാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അനിൽ ബ്രോ ഒരു വലിയൊരു പുള്ളിയായിരുന്നു അന്ന് എൻ്റെ ഒരു വിഷനിൽ. കാരണം ഒരു ബൗളറായിരിക്കും ആ മാച്ച് ജയിപ്പിക്കുന്നത്. ഒരു പക്ഷേ 20 വിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ബൗളറായിരിക്കും അത് ചെയ്യുന്നത്, മാച്ച് ജയിപ്പിക്കുന്നതും. ഓഫ് കോഴ്സ് റൺ എടുക്കുന്നത് വളരെ ആവശ്യമാണ്. അതായത് ബോർഡിൽ 17 റണ്ണെന്ന് എഴുതിയിരുന്നാൽ പോലും മാച്ച് ജയിപ്പിക്കുന്നത് ബൗളേഴ്സാണ്. അതും അനിൽ ബ്രോയിനെ പോലെ ഇത്ര വലിയ കാര്യമൊന്നും ആരും ചെയ്തില്ല. ആൻഡ് ആ സമയത്ത് ഞാൻ നന്നായിട്ട് കളിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് അദ്ദേഹം പുറത്തിരിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു അന്ന്. ചില സമയത്ത് എനിക്ക് തന്നെ കുറച്ച് കഷ്ടമായിരിക്കും, കാരണം അത്രയ്ക്ക് നല്ലൊരു ബൗളറാണ് അദ്ദേഹം. ഞാൻ കാരണം അദ്ദേഹം പുറത്തിരിക്കുന്ന സമയത്ത് എനിക്ക് വളരെ വിഷമമായിരുന്നു. കാരണം ഇന്ന് എനിക്ക് ഒരു 20 വയസ്സേ ഉള്ളൂ. നല്ലപോലെ കളിക്കും ഞാൻ, അതുകൊണ്ട് ക്യാപ്റ്റൻ എന്നെ ചൂസ് ചെയ്യുള്ളൂ. പക്ഷേ എന്നെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യം തന്നെയായിരുന്നു. ഓരോ പ്രാവശ്യം എനിക്കതൊരു ചാലഞ്ചിങ് ആയിരുന്നു. ഞാൻ ഇതിനു മുമ്പ് കളിച്ചതിനേക്കാൾ ബെറ്റർ ആയിട്ട് കളിക്കണം. അത്രയും വലിയ പ്ലെയറാണ് പുറത്തിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം സങ്കടത്തിലാവാൻ പാടില്ല. ബുദ്ധിമുട്ടല്ലേ ഇത്രയും വലിയ പ്ലെയറായ ഹർഭജൻ സിംഗിനെ ബെഞ്ചിലിരുത്തുമ്പോൾ? എന്തോ ആൾക്കാർ പറയല്ലേ, കർമ്മ നമ്മളെ നോക്കിയിട്ട് ചുറ്റി ഇങ്ങനെ വരുമെന്നൊക്കെ. ഇപ്പം ആരാണ് നന്നായിട്ട് കളിക്കുന്നത് അവർക്ക് കളിക്കാനുള്ള ചാൻസ് കിട്ടുന്നുണ്ട്. സോ എനിക്ക് ചാൻസ് കിട്ടിയെടുത്തൊക്കെ ഞാൻ നന്നായിട്ട് കളിക്കും. താങ്കൾ തന്നെ ഡ്രസ്സിംഗ് റൂമിൽ പല പ്രാവശ്യവും കണ്ടു കാണും. നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നവരിൽ പലരും താങ്കൾ കളിക്കുമ്പോൾ 1 വയസ്സ് 2 വയസ്സൊക്കെ ഉള്ളവരായിരുന്നു അല്ലേ? അതെ, ഞാനിപ്പോൾ കളിക്കാൻ ആരംഭിച്ച് ഏകദേശം ഒരു 18 വർഷത്തോളമായി. സോ ഇപ്പം നമ്മുടെ ക്രിക്കറ്റ് ജനറേഷൻ നിങ്ങൾ നോക്കുവാണെങ്കിൽ കളിക്കുന്നവരുടെ പ്രായമൊക്കെ ഏകദേശം 22 ആണ്. പിന്നെ 20 വയസ്സൊക്കെ ആയിരിക്കും. അതുകൊണ്ട് എനിക്കും കൂടെ തോന്നും അത്, അതായത് പ്രായത്തിൽ ഞാൻ അങ്കിളായിരിക്കുന്നു. ബട്ട് ഈ സമയത്ത് നമ്മൾ ഫിറ്റായിട്ടിരിക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങൾ യു ക്യാൻ കമ്പീറ്റ് വിത്ത് എനി യങ്സ്റ്റേഴ്സ് ആ സമയത്ത്. പിന്നെ എൻ്റെ അടുത്തുള്ള എക്സ്പീരിയൻസ് ആ യങ്സ്റ്റേഴ്സിന് ഉണ്ടാവില്ല. സോ എന്നെ സംബന്ധിച്ച് ആ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ലൈഫിൽ വളരെ വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. താങ്കൾ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോകുമ്പോൾ അവർ അങ്കിളിനെ എങ്ങനെയായിരിക്കും റിസീവ് ചെയ്യുന്നത്? അങ്കിളാണ് വളരെ റെസ്പെക്റ്റ് ആയിട്ട് അവർ റിസീവ് ഉള്ളൂ. കാരണം അവർക്ക് നന്നായിട്ട് അറിയാം അതായത് അത് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഒരു കുസൃതി പിടിച്ച ഒരു ചെറിയ പയ്യനുണ്ടാവും എന്നുള്ള കാര്യം. ഞാൻ ഭയങ്കര കുസൃതിയാണ്. ഞാൻ അവരുടെ കൂടെ എളുപ്പത്തിൽ മിങ്കിളായേക്കും. പിന്നെ അവർ വല്ലാണ്ട് കംഫർട്ടബിൾ ആവും എൻ്റെ അടുത്തോട്ട്. കാരണം ഒരു ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഉള്ളിൽ ഇല്ലാത്ത പോലെ ആയിരിക്കും അത്. കാരണം ഞാനൊരു ഫ്രഷറാന്നുള്ള ഒരു കാര്യം അവർക്ക് വരാത്ത രീതിക്ക് ഞാൻ അവരെ നോക്കി പിടിച്ചു വെച്ചേക്കും. എന്തൊക്കെ വേണമെങ്കിലും ചെയ്യും. ഞങ്ങൾ കോമഡിയൊക്കെ ചെയ്ത് കളിച്ചിരിക്കും. അവർ കോമഡി ചെയ്യും, ഞാൻ അവരെന്തെങ്കിലും ചെയ്യും. ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കും. ഞങ്ങൾ ഒരു നല്ല റിലേഷൻഷിപ്പാണിത്. പക്ഷേ ഇക്കാര്യങ്ങൾ താങ്കൾക്ക് ശരിക്കും ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. ജിമ്മെന്ന് കണ്ടാൽ താങ്കൾ പേടിച്ച് മാറുന്ന ആളാണ്. പക്ഷേ ഇപ്പോൾ ഫിറ്റ്നസ്സിന് വലിയ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുണ്ട്. ആദ്യമൊക്കെ ഞാൻ ജിമ്മ് വളരെ അവോയ്ഡ് ചെയ്യും. എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണത്. കാരണം ഞാൻ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ ബോഡി ഭയങ്കര സ്റ്റിഫായിരിക്കും, ഫ്ലെക്സിബിൾ ആവും, അവിടെ പോയാൽ എല്ലാം ശരിയാവും ഞാൻ കരുതിക്കൊണ്ടിരുന്നത്. അങ്ങനെയൊക്കെ ഞാൻ തെറ്റിദ്ധരിച്ചുകൊണ്ടിരുന്നതായിരുന്നു. ഇപ്പോൾ ഒരുപാട് പുതിയ ജനറേഷൻ വന്നു, പുതിയ മെത്തേഡ്സ് വന്നിട്ടുണ്ട്. ആ മെത്തേഡ്സ് വെച്ച് നോക്കുമ്പോൾ ട്രെയിനിങ് ഒക്കെ ഇന്നത്തെ കാലത്ത് ട്രെയിനിങ് വളരെ അത്യാവശ്യമാണ്. ജിമ്മും വർക്കൗട്ടും വളരെ അത്യാവശ്യമാണ്. നമ്മുടെ വയസ്സ് കൂടുന്തോറും നമ്മൾ ട്രെയിനിങ് ചെയ്തില്ലെങ്കിൽ, ജിമ്മിൽ പോയില്ലെങ്കിൽ, പിന്നെ നമ്മൾ പ്രായമായത് പുറത്ത് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെ കാണാണ്ടിരിക്കണമെന്ന് വെച്ചാൽ അപ്പോൾ ജിമ്മാണ് അതിനുള്ളൊരു ടെക്നിക്ക്. അത് ചെയ്യണം നമ്മൾ. പിന്നെ ടെക്നിക്സ് ഒക്കെ മനസ്സിലായാൽ ദാറ്റ് യു വിൽ സ്റ്റാർട്ട് എൻജോയിങ് യുവർ സെൽഫ്. ഞാൻ കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ ഒരു യങ് ടീമിലാണ് ഉള്ളത്. അവരുടെ അടുത്തുനിന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഫ്രം സമോൺ ലൈക്ക് ശിഖർ ധവാൻ, വിരാട് കോഹ്ലി. ഇവരൊക്കെ എന്നെ ദിവസം വിളിച്ചുകൊണ്ട് പോകും ജിമ്മിലോട്ട്. അതൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നും ഇല്ലാണ്ട് എന്നെ കൊണ്ട് ഇരിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ നിറയെ കാര്യങ്ങൾ മാറിപ്പോയിരിക്കുകയാണ്. കാലഘട്ടം മാറുന്നതിനനുസരിച്ച് ഓരോ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഇപ്പോഴൊക്കെ ഗേൾ ഫ്രണ്ട്സിനെയും കൂട്ടിക്കൊണ്ട് വരാൻ അനുവദിക്കുന്നുണ്ടല്ലോ, അത് ശരിയാണോ? അതായത് നോക്കുവാണെങ്കിൽ എനിക്കിപ്പോൾ ഈ ഗേൾ ഫ്രണ്ട് എന്ന് പറയാൻ ആരുമില്ല. എനിക്കൊരു വൈഫാണുള്ളത്. എനിക്കൊരു പക്ക ലൈസൻസ് കിട്ടിയിട്ടുണ്ട്.
അതായത് എനിക്ക് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അതൊന്നും അനുഭവിക്കാൻ പറ്റാത്ത ഒരു സമയമായിരുന്നു ഞാനിരുന്നതൊക്കെ. സോ ഇപ്പം എനിക്ക് എൻ്റെ വൈഫുണ്ട്, അതുകൊണ്ട് ആരും എന്നെ ഒന്നും പറയത്തില്ല. വൈഫ് മസ്റ്റ് ഗോ. നിങ്ങൾ ടൂർ പോയാലും പോയില്ലേലും നിങ്ങളുടെ വൈഫിനെ വിളിച്ചുകൊണ്ട് പോകാനേ പറയത്തുള്ളൂ അവർ. അതായത് ഒരുപക്ഷെ താങ്കൾക്ക് ശരിക്കും ബാറ്റിങ്ങോ അല്ലെങ്കിൽ ബൗളിങ്ങോ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ആ പഴി മുഴുവൻ ഇതിൽ അവരുടെ തെറ്റെന്താ ഉള്ളേ? സകലമാന ആൾക്കാരും പറയാറുണ്ട് അനുഷ്ക ശർമ്മ ഗ്രൗണ്ടിലേക്ക് വരികയാണെങ്കിൽ വിരാട് കോഹ്ലി പെട്ടെന്ന് ഔട്ടായി പോകും. സർ, ഇത് എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്ത് അനുഷ്ക അവിടെ ഉള്ളത് കൊണ്ടാണ് വിരാട് കോഹ്ലിനെ കൊണ്ട് റൺ അടിക്കാൻ കഴിയാത്തതെന്നും. അതായത് ഞാൻ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ പാർട്ട്ണർ എന്ന് പറയുമ്പോൾ അവരെപ്പോഴും ഒരു സപ്പോർട്ടായിരിക്കും നമുക്ക്. ഒരു പക്ഷേ അനുഷ്ക മാച്ച് കാണാൻ വന്നാലും അല്ലെങ്കിൽ എൻ്റെ വൈഫ് മാച്ച് കാണാൻ വന്നാലും അത് വളരെ ഒരു സപ്പോർട്ടാണ് എനിക്കവിടെ. ജനങ്ങൾ എന്തെങ്കിലും തെറ്റിദ്ധാരണയില്ല കാണുന്നതെന്ന് വെച്ചാൽ എനിക്കൊന്നും പറയാനില്ല അവിടെ ഇതിന്. അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കില്ല. അതായത് പ്ലെയറിൻ്റെ മോട്ടീവ് എപ്പോഴും നല്ലപോലെ കളിക്കണം എന്നുള്ളത് മാത്രമാണ്. അവരുടെ വൈഫിനായിക്കോട്ടെ അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട്സിനായിക്കോട്ടെ ആർക്കായാലും അവർ നല്ലപോലെ കളിച്ച് ഇന്ത്യയെ ജയിപ്പിക്കണമെന്നുള്ളതായിരിക്കും ചിന്തയിലുള്ളത്. എന്റെ പക്കൽ പല കുറ്റാരോപണങ്ങളും ഉണ്ട്. താങ്കളുടെ ഭാര്യയെക്കുറിച്ചും പലത് ചോദിക്കാനുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ഹർഭജൻ സിംഗിനോടുള്ള ചോദ്യങ്ങൾ നമ്മൾ തുടരുന്നതായിരിക്കും. ഇന്ത്യയെക്കുറിച്ച് താങ്കൾ, അതായത് സൗത്ത് ആഫ്രിക്കയിൽ അവർ ദേശീയ കൊടി ഉയർത്തിയതിനെ കുറിച്ച് താങ്കൾ പറഞ്ഞിരുന്നു. അപ്പോൾ അവർക്ക് ക്രിക്കറ്റിനെ കുറിച്ച് അത്ര അറിയത്തില്ല. ക്രിക്കറ്റിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരു വ്യക്തിയെ ഹർഭജൻ സിംഗിന് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടത്? സാർ, അതൊരു കലയാണല്ലോ. അത് പിന്നെ ഒരു ആർട്ടാന്നാണ് പറയേണ്ടത്. അതായത് ഞാൻ ക്രിക്കറ്റിന് മാത്രം വേണ്ടിയല്ലേ കഷ്ടപ്പെട്ടത്. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് ക്രിക്കറ്ററായ ഹർഭജൻ സിംഗിനോടാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ക്രിക്കറ്റർ ഹർഭജൻ സിംഗിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം എല്ലാവരെയും കളിയാക്കുന്നു എന്നുള്ളതാണ്. താങ്കൾ ചെയ്ത പല കാര്യങ്ങളുടെയും ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. സൗരവ് ഗാംഗുലി ക്യാപ്റ്റനായിട്ടുള്ള സമയത്ത് അദ്ദേഹത്തെ താങ്കൾ ഏപ്രിൽ ഫുൾ ആക്കി. അതായത് അദ്ദേഹം ഒരു ക്യാപ്റ്റനാന്നുള്ള കാര്യം അതിന് ശേഷമാണ്. അതിനു മുൻപ് അദ്ദേഹം ഒരു മനുഷ്യനാണ് ഞങ്ങളെപ്പോലെ. സോ ഞങ്ങളുടെ ടീം നോക്കുവാണെങ്കിൽ ഞങ്ങളൊരു ഫാമിലി പോലെ ആയിരിക്കും എല്ലാവരും കൂടെ ചേരുമ്പോൾ. സോ ഹി വാസ് ലൈക്ക് മൈ എൽഡർ ബ്രദർ. അദ്ദേഹത്തിനോടൊപ്പം ഇരിക്കുമ്പോൾ ഞാൻ ഒരുപാട് കോമഡിയൊക്കെ ചെയ്യും. ആൻഡ് അദ്ദേഹത്തിന് ഞാൻ ഏപ്രിൽ ഫുൾ ചെയ്തു, നല്ലപോലെ തന്നെ ചെയ്തു. യെസ്, അപ്പോൾ ഫുൾ ടീം എൻജോയ് ചെയ്തു നല്ലപോലെ, ദാദ ഒഴിച്ച്. കാരണം ദാദ, താങ്കൾ യുവരാജും ചേർന്ന് വലിയ പ്ലാനൊക്കെ ചെയ്തെന്ന് കേട്ടു. സാറേ, എല്ലാവരും പ്ലാൻ ചെയ്തതാണ് അത്. അതായത് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് സൗരവ് ഗാംഗുലി മീഡിയയിൽ പോയി എന്തോ ഒരു കാര്യം പറഞ്ഞതുപോലെ ബജ്ജി, യുവരാജ്, പിന്നെ സാഹിർ ഖാൻ അവർ ഗെയിമിലൊട്ടും സീരിയസ് അല്ല. ഒരുപാട് പാർട്ടീസൊക്കെ പോവുകയാണ്. അദ്ദേഹം ഒരുപാട് പെണ്ണുങ്ങളുടെ കൂടെയാണ് ചുറ്റുന്നത്. ഇങ്ങനെയൊക്കെ പോയി മീഡിയയിൽ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ ആ പേപ്പർ കട്ടിങ്സൊക്കെ പ്രിൻ്റ് ചെയ്തെടുത്തതായിരുന്നു. ഡിഫറെൻ്റായിട്ട് ഹിന്ദിയിൽ, ഇംഗ്ലീഷിൽ, പിന്നെ ലോക്കൽ ചാനൽ ഓഫ് കൊച്ചിയിലും വെച്ച് ഞങ്ങൾ നെക്സ്റ്റ് ഡേ തന്നെ ഗ്രൗണ്ടിൽ പോയിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കി. അതായത് ഞങ്ങൾ കളിക്കത്തില്ല, നിങ്ങൾ ഞങ്ങളെക്കുറിച്ച് തെറ്റായിട്ടാണ് പറഞ്ഞിരിക്കുന്നതെന്നും പറഞ്ഞ് പാർട്ടിക്കേ പോകത്തില്ല. പക്ഷേ നിങ്ങൾ എന്താ പറഞ്ഞ ഇവന് കുറച്ച് ഒട്ടും സീരിയസ്നെസ് പോലും ഇല്ല എന്നും ഇതൊന്നും ശരിയല്ലെന്നും പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ബാഗ് എടുത്തുകൊണ്ട് ഇറങ്ങി. ഞങ്ങളുടെ സീനിയേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. അവരുടെ അടുത്ത് ഞങ്ങൾ പറഞ്ഞതാണ് ഞങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം. സോ ദേ ഓൾസോ ആക്റ്റഡ്. അതായത് കറക്റ്റാണ്, ഇവൻ ഇങ്ങനെയൊന്നും കളിക്കത്തില്ല അങ്ങനെയൊക്കെ അവർ പറഞ്ഞിരുന്നു. ഇവൻ കമ്മിറ്റഡ് ആയിട്ട് കളിക്കുന്ന പ്ലെയറാണെന്നും പറഞ്ഞു. അവിടെ പാജി ഉണ്ടായിരുന്നു, രാഹുൽ ദ്രാവിഡ് ഉണ്ടായിരുന്നു, ഒരുപാട് സീനിയേഴ്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിഞ്ഞതുകൊണ്ട് അവർ നല്ല സപ്പോർട്ടായിരുന്നു ഞങ്ങൾക്ക്. ദാദ ഒരുപാട് ടെൻഷനായി. ഞങ്ങൾ പറഞ്ഞ സത്യം എന്ന് വെച്ചാൽ ഞാൻ ഈ ക്യാപ്റ്റൻഷിപ്പ് കളയുവാന്നാണ് പറഞ്ഞത്. ദാദയുടെ അവസ്ഥ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് മോശമായി പോയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ പറഞ്ഞ ഇന്ന് എന്താ ഡേറ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കാൻ പറഞ്ഞു. അദ്ദേഹം ഡേറ്റ് എന്താന്ന് നോക്കിയപ്പോൾ ദേഷ്യത്തിൽ ബാറ്റ് എടുത്തുകൊണ്ട് ഞങ്ങൾ അടിക്കാനാണ്. ആ സമയത്ത് ജോൺ റൈറ്റ് ഒക്കെ ഒരുപാട് ടെൻഷനായി പോയിരുന്നു. പുറത്തുനിന്ന് പിള്ളേർ പ്രാക്ടീസിന് വരുമെന്നാണ് പുള്ളി വിചാരിച്ചുകൊണ്ടിരുന്നത്. 15 മിനിറ്റിൽ തന്നെ ഇവിടുന്ന് എല്ലാവരും കൂടെ പുറത്ത് പോയി. ഇവിടെ ആണെങ്കിൽ ബിഡിങ് ആയിരുന്നു. 15 തൊട്ട് 20 മിനിറ്റ് തന്നെ ആയിപ്പോയി. പിന്നെ അത് 30-40 മിനിറ്റ് ആയി. അതുകൊണ്ട് ആരും വന്നില്ല. ആ സമയത്ത് അദ്ദേഹം ടെൻഷനായിപ്പോയി. ടീമിന് ആരും കിട്ടിയില്ല എന്ന് പറഞ്ഞു. പിന്നെ അത് ഞങ്ങൾക്കൊരു ചാൻസ് ആയിരുന്നല്ലോ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇതൊരു സീരിയസ് മാറ്റർ ആണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ജസ്റ്റ് ഗോ ഔട്ട് എന്നാ പറഞ്ഞു. താങ്കൾ ഒന്നും ചെയ്യാതെ തന്നെ അദ്ദേഹം ഏപ്രിൽ ഫുള്ളായി. ഞങ്ങളൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഇക്കാര്യം സത്യമാണോ? സച്ചിൻ തെണ്ടുൽക്കറിനെ പോലുള്ള ഒരു ലെജൻഡിനെ താങ്കൾ എടുത്തുകൊണ്ട് പോയി ജക്കൂസിലിട്ടെന്ന് കേട്ടു. ഇല്ല, ഞാൻ പൊക്കി എറിഞ്ഞതല്ല. അപ്പോൾ എൻ്റെ ഒപ്പം ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കത്ര ധൈര്യമൊന്നും ഇല്ല കേട്ടോ.
സച്ചിൻ ടെണ്ടുൽക്കറിനെ എടുത്ത് ജക്കൂസിലിടാനായിട്ട്. ഞങ്ങൾ തനിച്ചൊന്നുമല്ല, അത് എല്ലാവരും കൂടെ ചേർന്നാണ് ഇട്ടത്. കൂടെ ആരെങ്കിലും ഒരു കൈ പിടിച്ചു പൊക്കിയാൽ നല്ലതാണ്. അതായത് 2-3 പേര് വേണം. ഞാൻ തനിച്ചൊന്നുമല്ല, ഒരു 2-3 പേരുണ്ടായിരുന്നു അന്ന് സത്യത്തിൽ. ഞാൻ വെറുതെ കൈ കൊടുത്തന്നേ ഉള്ളൂ അദ്ദേഹത്തിനെ വെള്ളത്തിലോട്ട് എടുത്ത് എറിയാനായിട്ട്. മെയിൻ സ്കെച്ച് ഇട്ടതെന്ന് വെച്ചാൽ സാഹിറും യുവരാജ് സിംഗുമാണ്. അപ്പോ സച്ചിൻ അത് എതിർത്തില്ലേ? അതൊക്കെ ചെയ്തു. എന്നാലും ഒരാളുടെ പവറും 3 ആളുടെ പവറും. അതായത് ഞങ്ങൾ 3 പേര് ചേർന്ന് കളിക്കുന്ന ക്രിക്കറ്റ് അദ്ദേഹം തനിച്ച് ഒറ്റ ആളായിട്ട് കളിക്കും. എങ്കിലും 3 പേരുടെ പവർ എന്ന് പറയുമ്പോൾ അത് വേറെ രീതിയാണല്ലോ. താങ്കൾ പാകിസ്ഥാൻ ടീമിലുള്ളവരെയും കളിയാക്കാറില്ലേ? ഇൻസമ ഉൽ ഹക്കിനെ ഒരിക്കൽ ഐ ആം ഷുവർ ഞാൻ അവരെക്കുറിച്ച് പറയുന്ന പോലെ അവരും തിരിച്ച് എന്നെക്കുറിച്ച് പറയുമെന്ന്. അത് ഇൻസിബായ് എങ്ങനത്തെ ഒരു ക്രിക്കറ്ററാന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മേത്ത് ഒരുപാട് റെസ്പെക്റ്റ് ഉണ്ട്. അറ്റ് ദി സെയിം ടൈം ഹീ ഈസ് എ വെരി ഫണ്ണി ക്യാരക്ടർ. അദ്ദേഹം എങ്ങനെയാണ് സംസാരിക്കുന്നതെന്ന് വെച്ചാൽ ആ സംസാരിക്കുന്ന സ്റ്റൈൽ ഭയങ്കര വ്യത്യസ്തമാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ് കോൺഫറൻസ് നടക്കുന്ന സമയത്ത് ഞങ്ങളത് കാണാനായിട്ട് പോയിരിക്കും. അദ്ദേഹം എന്താണ് സ്പെഷ്യലി ഹിന്ദിയിൽ പറയാൻ പോകുന്നതെന്ന് കേൾക്കാം. ആൻഡ് അവിടെ ഒരു പ്രസ് കോൺഫറൻസ് നടന്നുകൊണ്ടിരിക്കുമായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ്റെ മാച്ചിനെ കുറിച്ച്. ആ മാച്ചിൽ പാകിസ്ഥാൻ തോറ്റുപോയി. ആ മാച്ചിലും തോറ്റു, നെക്സ്റ്റ് മാച്ചിലും അവർ തോറ്റു. ഞങ്ങളവിടെ പോയി ചേർന്നപ്പോൾ പ്രസ് കോൺഫറൻസ് നടക്കുമായിരുന്നു. ആരോ ഒരാൾ ചോദ്യം ചോദിക്കുമായിരുന്നു, ദാ നോക്കൂ ബായ്, നിങ്ങൾ മാച്ചിലും തോറ്റു, നെക്സ്റ്റ് മാച്ചിലും തോറ്റുപോയി, എന്തെങ്കിലും ഒരു മാച്ച് ഫിക്സിങ്ങിലുണ്ടോയെന്നും പറഞ്ഞ്. സോ ഇഞ്ചിബായ് ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ ഫ്രണ്ടിൽ വന്നാണ് ഉത്തരം പറഞ്ഞത്. ദാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയിട്ട് പിന്നെ സ്ലോ മോഷനിൽ ഫ്രണ്ടിൽ വന്ന അദ്ദേഹം ഇങ്ങനെ ഷട്ട് അപ്പ്. ഒരൊറ്റ വാക്കിൽ അദ്ദേഹം ആൻസർ പറഞ്ഞു. ആൻഡ് ഈ സമയത്ത് ഞങ്ങൾ വിചാരിച്ചത് ഇറ്റ് വാസ് ഹിലേറിയസ്. ഞങ്ങൾ ചിരിച്ചോണ്ട് അങ്ങനെ അവിടുന്ന് ഓടിപ്പോയി. അതായത് നല്ല ഉത്തരം അദ്ദേഹം പറഞ്ഞു. ഇംഗ്ലീഷിൽ ഉത്തരം നൽകാൻ എപ്പോഴും കുറച്ച് ബുദ്ധിമുട്ടുള്ള വ്യക്തിയല്ലേ? എനിക്കും ആ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെയുള്ള എന്നെപ്പോലെ ഒരുപാട് ക്രിക്കറ്റേഴ്സ് ഇങ്ങനെയുണ്ട്. ഇംഗ്ലീഷ് സംസാരിക്കാൻ കുറച്ച് പ്രശ്നമുണ്ടാവും അവർക്ക്. അപ്പോൾ അവരിൽ ഞാനും ഒരാളാണ്. ഇൻസിബായ് ഉണ്ട്. പിന്നെ പാകിസ്ഥാനിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. അവർ ഒരു പ്രാവശ്യം എന്താ പറ്റിയെന്ന് വെച്ചാൽ അബ്ദുൾ റസാഖിന് മാൻ ഓഫ് ദി സീരീസ് കിട്ടി. അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്ത് ചോദ്യം ചോദിച്ചതെന്ന് വെച്ചാൽ, യു പ്ലേഡ് വെരി വെൽ, വേർ ഡിഡ് യു ഗോ ഫ്രം വേർ, വേർ ഡിഡ് യു സീ ഫ്രം യുവർ സെൽഫ് ഫ്രം ഹിയർ. അദ്ദേഹം ലാഹോർ എന്നാ പറഞ്ഞത്. മറ്റുള്ളവരതിനില്ല. വേർ ഡിഡ് യു സീ ഫ്രം യുവർ സെൽഫ്. അതിന് അദ്ദേഹം പറഞ്ഞ ബോളിംഗ്, ബാറ്റിംഗ്. അതിന് അദ്ദേഹം നോ വാട്ട് നെക്സ്റ്റ്. അദ്ദേഹം പറയുന്നു ലാഹോർ. ശരി, ഓക്കെ, നിങ്ങൾ പൊക്കോളൂ, പോയി എൻജോയ് ചെയ്യുന്നവർ പറഞ്ഞു. സോ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യം സംഭവിക്കും സർ. താങ്കളുടെ അടുത്തുള്ള ഒരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ താങ്കൾ മറ്റുള്ളവരെ കളിയാക്കുന്നത് പോലെ താങ്കളെയും കളിയാക്കുകയാണ്. ഇതാ നോക്കൂ, അത് ചിരിക്കുന്ന കാര്യമായിരിക്കണം. ഇപ്പോൾ എന്നെക്കുറിച്ചായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ചായിക്കോട്ടെ, നല്ലപോലെ ചിരിക്കണം, നല്ലപോലെ കളിക്കണം. ജീവിക്കുന്നത് കുറച്ച് ദിവസമല്ലേ. വൈ നോട്ട്? അതായത് വൈ നോട്ട് കോമഡി ചെയ്തില്ലെങ്കിലോ, ചിരിപ്പിച്ചില്ലെങ്കിലോ, ഒരു ദിവസം ചിരിക്കാണ്ടിരുന്നെങ്കിലോ. ഒരാൾ പറഞ്ഞു താങ്കൾ സച്ചിൻ തെണ്ടുൽക്കറിന്റെ മുന്നിൽ വെച്ച് ഒരു ഫാനിനോട് പറഞ്ഞു ഞാൻ ഡോഗ് ഓഫ് ഇന്ത്യൻ ക്രിക്കറ്ററാണ്. അത് പിന്നെ അവൻ അന്ന് ലെഫ്റ്റ് കയറി അകത്ത് വന്നിരുന്നു. അവൻ അത്രത്തോളം എക്സൈറ്റഡ് ആയിരുന്നു. അതും കണ്ടതും വാവ്, അവൻ സച്ചിൻ ടെണ്ടുൽക്കർ, ഗോഡ് ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ്. അപ്പോഴൊക്കെ ഞാൻ വല്ലാണ്ട് വഴക്കിടും. എല്ലാ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലും എല്ലാവരുടെ അടുത്തും ഞാൻ വഴക്കിട്ടുണ്ടായിരുന്നു. സോ അവനെന്നെ കണ്ടതും ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ തന്നെ ഉത്തരം പറഞ്ഞു, ഐ ആം എ ഡോഗ് ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ്. സോ ഞാൻ ആ ഒരു അർത്ഥത്തിലല്ല പറഞ്ഞത്, വഴക്കിടുന്ന അർത്ഥത്തിൽ. ആക്ച്വലി ഐ യൂസ് ടു വർക്ക് സോ ഹാർഡ്. അതിന് എന്തോ പറയൂല ആക്ച്വലി, ഡോങ്കി അല്ലെങ്കിൽ ഡോഗ് എന്തെങ്കിലും ഹാർഡായിരിക്കുമല്ലോ. സോ ഐ ആം ദ ഡോഗ് ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ്. ഞാൻ ഒരുപാട് കഷ്ടപ്പെടും ടീമിൻ്റെ വിജയത്തിന് വേണ്ടി. പക്ഷേ താങ്കളുടെ വൈഫിനെ കുറിച്ച്, ഗീത മാഡത്തിനെ കുറിച്ച് സൗത്ത് ആഫ്രിക്കയിൽ എങ്ങനെയാണ് ദേശീയ കൊടി ഉയർത്തിയത് എന്നതിനെ കുറിച്ചും പറഞ്ഞിരുന്നു. അതെ, അവർക്ക് ക്രിക്കറ്റിനെ കുറിച്ച് കറക്റ്റ് അറിയത്തില്ല. പിന്നെ അവർ ആദ്യമായിട്ടാണ് സൗത്ത് ആഫ്രിക്കയ്ക്ക് വന്നതെന്ന്. ആക്ച്വലി അവർക്ക് അത്ര ക്രിക്കറ്റൊന്നും ഇഷ്ടമല്ല. അപ്പം ഞാൻ ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ ആദ്യമായിട്ട് അങ്ങോട്ട് ബോൾ പിക്ക് ചെയ്തു. അവരാ ഫ്ലാഗ് ഇട്ട് കളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ പിന്നെയും ഒരു ബോൾ ഷോട്ട് അടിച്ചു കൊടുത്തു. അത് 4 ആയിരുന്നു. അപ്പോൾ അവർ പിന്നെയും ഞാൻ നോക്കുമ്പോൾ ഫ്ലാഗ് ഇങ്ങനെ ഹോസ്റ്റ് ചെയ്ത് കളിക്കുമായിരുന്നു. മൂന്നാമത്തെ ബോളിൽ ഞാൻ ബോൾഡായിട്ട് മേളിൽ കയറി പോകുമ്പോൾ ഞാൻ തിരിഞ്ഞ് മോളിൽ നോക്കുമ്പോൾ
അത് കണ്ടാൽ അറിയാം അവർക്ക് ഈ ഗെയിമിനെ കുറിച്ച് എത്രത്തോളം ധാരണയുണ്ടെന്ന്. മറ്റുള്ളവരൊക്കെ ഇങ്ങനെ അനങ്ങാണ്ടിരിക്കുന്ന സമയത്ത് ഇവള് മാത്രം ഇങ്ങനെ ഇന്ത്യൻ ഫ്ലാഗ്. ക്രിക്കറ്റിനെ കുറിച്ച് അറിയാത്തൊരു വ്യക്തിയെ എങ്ങനെയാണ് ഹർഭജൻ സിംഗ് ഇഷ്ടപ്പെട്ടത്? സാർ, അതൊരു കലയാണല്ലോ. അത് പിന്നെ ഒരു ആർട്ടാണെന്നാണ് പറയേണ്ടത്. അതായത് ഞാൻ ക്രിക്കറ്റിന് മാത്രം വേണ്ടിയല്ലേ കഷ്ടപ്പെട്ടത്. കണ്ടോ സാർ, എൻ്റെ ഒരു ഹാർഡ് വർക്ക് ഞാൻ ഇവിടെ വരെ കൊണ്ടുവന്നിട്ടുണ്ട്. വലയിൽ വീഴ്ത്താൻ ഒരു 10 വർഷമായോ? 10 വർഷമായില്ല, പക്ഷെ ഒരു 10 മാസത്തോളം ആയി സാർ അതിന്. സോ ആ 10 മാസം പിന്നെ ആ സമയത്തത് സത്യം പറയണമെങ്കിൽ അതെൻ്റെ ഒരു യൂത്ത് ടൈം ആയിരുന്നു അന്നത്. ഇതൊക്കെ ഒരു 10 മിനിറ്റ് പണിയാണെന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അത് 10 മാസമായിപ്പോയി. അപ്പോഴാണ് എനിക്ക് കാര്യങ്ങൾ പിടികിട്ടാൻ ആരംഭിച്ചത്. ലവ് ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന്. അപ്പോൾ ആ സീക്രട്ട് എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള യൂത്തിനും അത് വളരെ ഉപകാരപ്രദമായിരിക്കും. അല്ല, നിങ്ങൾ നോക്കണം, സീക്രറ്റൊക്കെ ഒരു കാര്യമാണ്. അതായത് പെണ്ണുങ്ങളെ എത്രത്തോളം ചിരിപ്പിക്കാൻ കഴിയുമോ അത്രത്തോളം ചിരിപ്പിക്കണം. പിന്നെ അവരെത്രത്തോളം ഭംഗിയാന്ന് നിങ്ങൾ നുണ പറയാൻ പറ്റുമോ അത്രത്തോളം ദിവസവും പറയേണ്ട ഒരു പെണ്ണുങ്ങൾക്ക് അതൊക്കെ വളരെ ഇഷ്ടമാണ്. പക്ഷേ ഇത് എൻ്റെ വൈഫിന് വേണ്ടിയാ. യു ആർ റിയലി ബ്യൂട്ടിഫുൾ. ജസ്റ്റ് അവർക്കൊരു ലെക്ചർ കൊടുക്കുമായിരുന്നു. നിനക്കറിയാലോ ഞാൻ എങ്ങനെയാന്നുള്ളത്. യു ആർ റിയലി ബ്യൂട്ടിഫുൾ. ഞാൻ എന്തോ പുണ്യം ചെയ്തിട്ടുണ്ട്, കാരണം എനിക്ക് നിന്നെ കിട്ടിയല്ലോ. ഓക്കെ, ഇവിടെ പലരും താങ്കളോട് ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. താങ്കൾ ചോദിക്കൂ. എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ക്രിക്കറ്റ് കളിക്കാരെല്ലാം നല്ല സുഹൃത്തുക്കളല്ലേ? അപ്പോൾ നിങ്ങൾ ഒത്തുചേരുന്ന സമയത്ത് നിങ്ങൾക്കിടയിൽ നല്ല മുഹൂർത്തങ്ങൾ ഉണ്ടായി കാണുമല്ലോ. അത് ഞങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? കാരണം അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ, അതാലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളല്ലേ. ഒന്ന് ഷെയർ ചെയ്യാവോ? എന്താ നോക്കൂ, ഞാൻ ആദ്യം പറഞ്ഞേക്കാം. അതായത് ക്രിക്കറ്റ് ഒരു സിനിമയല്ല, അവിടെ സീൻസ് ഒന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും ഇൻസിഡന്റ് സംഭവിച്ചോ? ഇയാൾ നോക്കി ഇതാ ഇങ്ങനെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക്. നിങ്ങളോടാ, നിങ്ങളും അതുപോലെ തന്നെ ഒക്കെ ചെയ്തു കാണിച്ചു. ഒരു ഇൻസിഡന്റ്, താങ്കൾക്ക് മറക്കാനാവാത്ത എന്തെങ്കിലും ഒരു അനുഭവം ഞങ്ങളോട് പങ്കുവെക്കാൻ പറ്റുമോ? ഇൻസിഡന്റ് എന്ന് പറയുമ്പോൾ, അതായത് നേരത്തെ അവർ പറഞ്ഞിരുന്നു, അതായത് ഒരു മാച്ചില് ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞു. അതായത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ സച്ചിൻ സാർ ഉണ്ടല്ലോ, ഇപ്പോൾ അദ്ദേഹത്തിന് ജക്കൂസിലിട്ടത് എങ്ങനത്തെ ഇൻസിഡൻ്റാന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് എന്നെക്കൊണ്ട് ഒരുപാട് പറയാൻ പറ്റില്ല. നിങ്ങൾക്കറിയാമല്ലോ അത് എത്രത്തോളം അവർ എൻജോയ് ചെയ്യുന്നതെന്നുള്ളത്. സാറിനെ പോലെ അത്രത്തോളം വലിയ ക്രിക്കറ്ററാണ് അദ്ദേഹം. ഞങ്ങൾക്കും ശരി, പിന്നെ നിങ്ങൾക്കും ശരി. പിന്നെ ശരിക്കും പറയുമെങ്കിൽ അദ്ദേഹത്തിനെ പോലും ഞങ്ങൾ വിട്ടുവച്ചിട്ടില്ല. എത്രത്തോളം കോമഡി ആയിരിക്കും ആ കാര്യമെന്ന് എൻ്റെ ലൈഫിൽ ആ നൈറ്റൊന്നും മറക്കാൻ കഴിയില്ല എന്നെക്കൊണ്ട് എപ്പോഴും. സച്ചിനും വളരെ കുസൃതിക്കാരനാണെന്ന് കേട്ടു. അദ്ദേഹത്തിന്റെ സെൻസ് ഓഫ് ഹ്യൂമറൊക്കെ അടിപൊളിയായിരിക്കും. അദ്ദേഹത്തിന്റെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഓൺലൈനൊക്കെ സൂപ്പർ ആയിരിക്കും. അതായത് പൊതുജനങ്ങൾക്ക് ഈ കാര്യമൊക്കെ അത്ര അറിയത്തില്ലല്ലോ. യു ഷുഡ് ഇൻവൈറ്റ് ഹിം ടു കം ഓവർ ഫോർ ദിസ്. അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് ഒരുപാട് സ്റ്റോറീസ് കേൾക്കാൻ കഴിയും. നിങ്ങൾക്ക് ഒരുപാട് ഹ്യൂമർ സെൻസ് അറിയാൻ പറ്റും. പിന്നെ അതിന് നല്ല രസമായിരിക്കും അതൊക്കെ. അപ്പോൾ മഹേന്ദ്ര സിംഗ് ധോണി നോൺ എക്സ്പ്രസീവ് ആണോ ഈ ഗ്രൗണ്ടിലുള്ളതുപോലെ തന്നെ? ഇല്ല, ധോണി അദ്ദേഹം വിജയവും തോൽവിയും ഒന്നും മുഖത്ത് വരാറില്ല. ഇല്ല, അതൊക്കെ അറിയാം. മുഖത്ത് കാണാൻ കഴിയില്ല, പക്ഷെ അകത്ത് എല്ലാം തന്നെ ഉണ്ടാവും. കാരണം ധോണി എനിക്കറിഞ്ഞവരെ വളരെ സെന്റിമെന്റ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് നല്ലപോലെ ദേഷ്യം വരും, പക്ഷേ മുഖം കണ്ടാൽ അത് അറിയത്തില്ല എന്താ നടക്കുന്നത് എന്താ നടക്കുന്നില്ലെന്ന്. അതൊക്കെ അതർവൈസ് ഹീസ് ക്വൈറ്റ് ഗുഡ്, ജോളി, ഗുഡ് ടു ടോക്ക് ടു. ഇതുപോലത്തെ ടിപ്പിക്കലായിട്ടുള്ള അദ്ദേഹത്തിന് ഒരു സ്റ്റൈലുണ്ട്. അദ്ദേഹം സംസാരിക്കുന്ന വിധം അത് കുറച്ച് ബീഹാർ മിക്സ് ഉണ്ടാവും അതിൽ. അങ്ങനെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ചില സമയത്ത് അതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട് ശരിക്കും പറയണേൽ. നാടൻ പാട്ടൊക്കെ അദ്ദേഹം നല്ലപോലെ തന്നെ പാടും. അവിടെയുള്ള ഭോജ്പുരി പാട്ടൊക്കെ അത് അദ്ദേഹം എന്തെങ്കിലും ഡാൻസ് ചെയ്യുമ്പോൾ പോലും അതാ ഭോജ്പുരി സ്റ്റൈലിലായിരിക്കും. പിന്നെ അതൊക്കെ അത് കാണാൻ നല്ല രസമാണ്. ഇതുപോലെയുള്ള പാട്ടായിരിക്കും പാടുന്നത്. സാർ, അതൊക്കെ ചിലതൊക്കെ നല്ലതാണ്, പിന്നെ ചിലതൊക്കെ ഡബിൾ മീനിങ് ആയിരിക്കും.
സർ, ഇന്ത്യൻ ടീമിൽ നിങ്ങൾക്കൊരു വലിയ പങ്ക് തന്നെയുണ്ട്. ഈയിടെയായിട്ടൊരു കാര്യം ട്രെൻഡായിട്ടുണ്ട്. അതായത് ക്രിക്കറ്റ് കളിക്കാരുടെ ജീവിതം വെള്ളിത്തിരയിൽ കാണിക്കുക എന്നത്. ഞങ്ങൾക്ക്, അതായത് നിങ്ങളുടെ ഫാൻസ് എല്ലാവർക്കും നിങ്ങളെപ്പറ്റിയുള്ള സിനിമ എന്നാണ് കാണാൻ പറ്റുക സാർ? വെള്ളിത്തിരയിൽ ഞങ്ങൾ കാത്തിരിക്കുകയാണ് സാർ. ബിഗ് സ്ക്രീൻ ഞാൻ പറയണമെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ 18 വർഷമായിട്ട് എൻ്റെ സിനിമ എൻ്റെ സിനിമ കംപ്ലീറ്റ്ലി ഫുൾ ഓഫ് ക്രിക്കറ്റാണ്. നിങ്ങൾ കാണുവാണെങ്കിൽ അത് ഓരോ മനുഷ്യൻ്റെയും ലൈഫിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും, സ്ട്രഗിൾസ് ഉണ്ടാവും. അതുപോലെ എൻ്റെ ലൈഫിലും ഉണ്ടായിരുന്നു. സിനിമ എപ്പോൾ വരുമെന്നൊന്നും അറിയില്ല, പക്ഷേ വരുമോ വരത്തില്ലൊന്നും പോലും അറിയത്തില്ല. ഒരുപക്ഷെ അങ്ങനെ വന്നാൽ അത് നല്ല കാര്യമായിരിക്കും. ഇനിയിപ്പോൾ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല കാര്യമല്ലേ. മറ്റേത് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഞാൻ എൻ്റെ ബുക്ക് എഴുതും ലൈഫിൽ. അതിന് ഞാൻ എൻ്റെ ലൈഫിൽ എന്തൊക്കെയായിരുന്നു ഞാൻ ട്രൈ ചെയ്തതെന്നുള്ളത്, മുന്നേറി വരാനായിട്ടോ പിന്നെ എത്രത്തോളമാണ് ഞാൻ ട്രൈ ചെയ്തതെന്നുള്ള എല്ലാ കാര്യവും, എത്രത്തോളമാണ് ഞാൻ ഇതിനു വേണ്ടി വർക്ക് ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ എഴുതിയിരിക്കും ഇതൊക്കെ ചെയ്യാനായിട്ട്. സിനിമയെക്കുറിച്ച് അറിയത്തില്ല, പക്ഷേ ആരെങ്കിലും സിനിമ എടുക്കാൻ നോക്കുവാണെങ്കിൽ അവർ എൻ്റെ ബുക്ക് മേടിച്ചിട്ട് പിന്നെ സിനിമയൊക്കെ എടുക്കാമല്ലോ. ഹർഭജൻ, ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള വിശ്വാസങ്ങൾ ഉണ്ടായിരിക്കും. അതായത് ഒരാൾക്ക് റെഡ് കർച്ചീഫ് ആയിരിക്കും, ഒരാൾക്ക് പാഡ് ആയിരിക്കും, ഒരാൾക്ക് ബാറ്റ് ആയിരിക്കും. അതുപോലെ ഹർഭജൻ എന്താ ഉള്ളത്? ദൈവമാണ്. അതായത് സർ, ഇതുവരെ ഞാൻ കർച്ചീഫ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ ഞാനൊന്നും താങ്കൾക്ക് സപ്പോർട്ടർ ഉള്ളതായിട്ട് ഞാൻ കേട്ടിരുന്നു. ഇല്ല, അതുപോലെ ഒന്നുമില്ല. ആ കർച്ചീഫൊക്കെ കർച്ചീഫൊന്നുമല്ല, ആ സപ്പോർട്ടൊക്കെ എന്നെ കീറി നശിച്ചു പോയി. ഇപ്പം തുടയ്ക്കുന്ന തുണിയായിരിക്കും അതൊക്കെ. ബട്ട് ഞാനൊരു സീരീസ് കളിച്ചിരുന്നു. അപ്പോൾ 32 വിക്കറ്റോളം എടുത്തു. അന്ന് ആദ്യത്തെ ദിവസം വന്ന് സപ്പോർട്ടർ എന്ന് വെച്ചാൽ ഇദ്ദേഹം പറയുന്നത് അണ്ടർവെയറിനെ കുറിച്ചാണ്. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളൊക്കെ ക്രിക്കറ്റ് കളിക്കും. ഇത് കളിക്കാത്തവർക്ക് വേണ്ടിയാണ് ഞാനീ പറഞ്ഞു. ശരി, അന്ന് നിങ്ങൾ നോക്കുവാണെങ്കിൽ അതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് അതിന് വേണ്ടിയുള്ള സോക്സ് ഇട്ടായിരുന്നു, പാൻറ് ഇട്ടിരുന്നു, ഷർട്ട് ഇട്ടിരുന്നു, 5ഓളം വിക്കറ്റ് ഞാൻ എടുത്തിരുന്നു. അത് കണ്ടാണ് എനിക്കൊരു വിശ്വാസം വന്നത്, നമുക്ക് ഈ ഡ്രസ്സ് തന്നെ ഇടാം, ഇതിട്ടാൽ വിക്കറ്റ് എടുക്കാൻ പറ്റുന്നുണ്ടെന്നൊക്കെയുള്ള. അത് വെച്ചാൽ ഞാൻ 7 വിക്കറ്റ് എടുത്ത്. ആ സീരീസൊക്കെ ഞാൻ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് എടുത്തുകൊണ്ട് പോയതാ. അത് എത്രത്തോളം ആയിരുന്നെന്ന് വെച്ചാൽ എൻഡ് ഓഫ് ദ സീരീസിൽ അതൊക്കെ മൊത്തം കീറി മൊത്തം ഓട്ടയായിപ്പോയി. സോ അതുകൊണ്ട് അതായത് കണ്ടാ പറയില്ല, പക്ഷേ അകത്ത് നല്ലപോലെ കാറ്റ് വരും. വെയിൽക്കാലത്ത് കാറ്റ് പോകേണ്ടത് വേണ്ടതാണ്, കുറച്ച് നല്ല രസമായിരിക്കും. ഹർഭജൻ, ഇനിയും താങ്കളോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ നിറയുണ്ട്. അതിനു മുമ്പ് നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഹർഭജനോടുള്ള ചോദ്യങ്ങൾ തുടരുന്നതാണ്. നിങ്ങളുടെ അമ്മയുടെ കണ്ണ് പോലും ആയിരിക്കും അത് എത്രത്തോളം ഭംഗിയുണ്ട്. അദ്ദേഹം അടുത്ത് എന്താ പറയുന്നതെന്ന് പോലും കേട്ടില്ല. അതിനിപ്പുറം പറഞ്ഞത് നിങ്ങളുടെ അമ്മയുടെ കൈ കൊണ്ട് ഒരു റൊട്ടി കഴിക്കാൻ ആഗ്രഹമാണ്. നെക്സ്റ്റ് എന്താ പറയാൻ പോകുന്നതെന്ന് പോലും കേട്ടില്ല അദ്ദേഹം. അദ്ദേഹത്തിന് എങ്ങനെ ഹിന്ദി മനസ്സിലാവും? അപ്പൊ എനിക്കെങ്ങനെ ഇംഗ്ലീഷ് മനസ്സിലാവും? വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി ക്രിക്കറ്ററായ ഹർഭജൻ സിംഗ് ആണ്. അദ്ദേഹത്തിന്റെ മേലുള്ള അടുത്ത കുറ്റാരോപണം നോക്കാം. ആപ്കി അദാലത്തിൽ ക്രിക്കറ്റ് സ്റ്റാർ ഹർഭജൻ സിംഗിന്റെ മേലുള്ള കുറ്റാരോപണം. ഇദ്ദേഹത്തിന് വളരെ വേഗം ദേഷ്യം വരുന്നു എന്നുള്ളതാണ്. ഹർഭജൻ ക്രിക്കറ്റിന്റെ ചരിത്രം എഴുതുന്ന സമയത്ത് ഫീൽഡിൽ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്ന വ്യക്തി ഹർഭജൻ ആണെന്ന് എഴുതാനുള്ള സാധ്യതയുണ്ടോ? എന്താണ്? ഇല്ല സാർ, എന്നേക്കാൾ അധികം ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ എന്നേക്കാൾ ദേഷ്യം വരും സാർ. അതായത് ഞാൻ കളിക്കുമ്പോൾ നോക്കുവാണെങ്കിൽ കോമ്പറ്റേറ്റീവ് സോണിലായിരിക്കും. അതുകൊണ്ട് ഞാൻ കളിക്കുമ്പോൾ ഒരു കാര്യം ആലോചിക്കുള്ളൂ, അതായത് ഞാൻ ഇന്ത്യനെ എങ്ങനെയാണ് ജയിപ്പിക്കേണ്ടതെന്നുള്ളതൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവൻ കൊടുത്ത് ക്രിക്കറ്റ് കളിക്കുന്നത്. ചില സമയത്ത് ഞാൻ പോലും അറിയണ്ട ഞാൻ ശരിക്കും ദേഷ്യപ്പെടുന്നത്. പക്ഷേ അതിന് ചില സമയങ്ങളിൽ, അതായത് താങ്കൾ വന്ന സമയങ്ങളിൽ താങ്കൾ റിക്കി പോണ്ടിങ്ങിന്റെ കൂടെ ഒരു വഴക്കുണ്ടാക്കിയില്ലേ? സാർ, അദ്ദേഹം വഴക്ക് പറഞ്ഞതാ. ആരെങ്കിലും വഴക്ക് പറയുമ്പോൾ നമ്മൾ താങ്ക് യു അല്ലല്ലോ, വഴക്കല്ലേ കൂടുന്ന, നല്ല ദേഷ്യം വരുന്ന പോലെ തന്നെ. സ്പെഷ്യലി ആരെങ്കിലും ഈ പുറത്തുനിന്ന് വരുന്ന പ്ലേയേഴ്സ്, പിന്നെ എൻ്റെ അനിയന്മാരായി ഇവിടെയുള്ള ആരെന്നെ പന്ത് പറഞ്ഞാലും ഞാനത് ഏറ്റെടുക്കും. അത് വലിയ രീതിക്ക് ഞാൻ നോട്ട് ചെയ്തു. താങ്കൾക്ക് ദേഷ്യം വരുമോ? അതായത് ലേമനെ കണ്ടപ്പോൾ എന്തോ പറഞ്ഞെന്ന്, ഏതോ ചീത്ത വിളിച്ചെന്നാണ് കേട്ടത്. ഓസ്ട്രേലിയൻസ് ഒക്കെ നോക്കുവാണെങ്കിൽ അവരായിരിക്കും എപ്പോഴും വലിയ സുപ്പീരിയർ എന്ന് അവർ വിചാരിക്കുന്നത്. ആരെക്കൊണ്ട് അവരെ തോൽപ്പിക്കാൻ പറ്റില്ലെന്നും അവർ ഭയങ്കര ഡോമിനേറ്റിംഗ് ആയിരിക്കും അവരുടെ വിചാരം.
പിന്നെ ഞാനിന്ന് വരുന്ന ജനറേഷൻ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഞാനൊന്നും പഠിച്ചില്ല. ഞാൻ പഞ്ചാബിൽ നിന്ന് വന്ന ഒരാളാണ്. അതുകൊണ്ട് മനസ്സിൽ നിന്നൊന്നും മറയ്ക്കാണ്ട് ഉള്ള കാര്യം ഞാൻ നേരടിയായിട്ട് മുഖത്ത് നോക്കി തന്നെ പറഞ്ഞേക്കും. ഞാൻ ആരോടും തെറ്റായിട്ട് സംസാരിക്കാനും പാടില്ല, തെറ്റായിട്ടൊന്നും പറയാനും പാടില്ല. അങ്ങനെയുള്ള സമയത്ത് നമ്മളോട് വന്ന് എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞാലോ, നമ്മൾ ആരാന്ന് കാണിക്കണ്ടേ, അതല്ലേ ശരി. ലെമന്റെ അടുത്ത് താങ്കൾ എന്താണ് ചെയ്തത്? താങ്കൾ ബാറ്റിംഗ് അല്ലേ ചെയ്തത്? ഞാൻ ബാറ്റ് ചെയ്യുന്ന സമയത്ത് അവൻ കളിയാക്കിക്കൊണ്ടിരുന്നു എന്നെ. ആദ്യം എന്തെങ്കിലും ഒന്ന് പറയും, പിന്നെ എന്തെങ്കിലും ഒന്ന് പറയും. അതുപോലെ ഞാനും വളരെ കൺട്രോളായിട്ട് ഇരുന്ന് നോക്കിയതാ, പക്ഷേ പറ്റിയില്ല. പാവം അവൻ്റെ വയറ് എന്തോ വലുതായിട്ടിരുന്നു. അതുകൊണ്ട് ആ വള്ളിയൊക്കെ കിടന്ന് ആടുമായിരുന്നു, മറ്റേ ശക്തി കപൂർ ആടുന്നു. അവനെന്നോ അവൻ്റെ ഇഷ്ടത്തിനൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നത്. പകുതി എനിക്ക് മനസ്സിലായുള്ളൂ. ഇംഗ്ലീഷ് ആയതുകൊണ്ട് അത്രത്തോളം മനസ്സിലായില്ല. ഞാൻ ഒരുപാട് ടെൻഷനായി, പക്ഷേ അവൻ അടച്ചില്ല. ഞാൻ ടെൻഷനിൽ അവനെ നോക്കിയ, അതുകൊണ്ട് എന്താ പറയേണ്ടതെന്ന് പോലും അറിയില്ലായിരുന്നു. അവൻ്റെ വയറ് കണ്ടപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് എന്ന് വല്ലാണ്ട് ടെൻഷനായി പോയിരുന്നു. എന്തോ ഞാൻ തെറ്റായ വാക്കാ പറഞ്ഞ പോലെ അവൻ ടെൻഷനായി പോയ. അവൻ അത് കേട്ട് ഷേൻവാൻ്റെ അടുത്ത് പോയി പറഞ്ഞപ്പോൾ ഷേൻവാൻ അത് കേട്ട് ഷേൻവാൻ എൻ്റെ അടുത്ത് വന്ന്, എടാ നീ ഇങ്ങനെയാണോ പറഞ്ഞെന്നാ ചോദിച്ചത് എൻ്റെ അടുത്തപ്പോൾ. ഐ ഫീൽ ഹീസ് ലുക്ക് അറ്റ് ഹിസ് സ്റ്റൊമക്ക് എന്നാണ് ഞാൻ പറഞ്ഞു. കാരണം പ്ലേയേഴ്സിന് കൊടവര് കാണാൻ പാടില്ല, ഹി ഹാവ് ടു ബി ഫിറ്റ്. പക്ഷേ എനി ഹൗ ഇറ്റ് വാസ്, ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലായിരുന്നു അവനെ. മഗ്രാത്തിനെയും താങ്കൾ വെറുതെ വിട്ടില്ല. മെഗ്രാത്ത് എന്നെ ഒരുപാടിട്ട് പണിയിപ്പിച്ചതായിരുന്നു. അപ്പോൾ ഓരോ ബോളും ഇട്ടതിന് ശേഷം നിങ്ങൾ ആ ക്ലിപ്പിംഗ് എടുത്ത് നോക്കുകയാണെങ്കിൽ അറിയാം, എന്തെങ്കിലും ഒരു വാക്ക് അദ്ദേഹം എന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അന്ന് ഞാൻ ബാറ്റിംഗ് നല്ലപോലെ ചെയ്തുകൊണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് എന്താ ടെൻഷൻ എന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ ടോപ്പ് ബാറ്റ്സ്മാനെയായിരുന്നു ഞാൻ ഔട്ട് ചെയ്തത്. ഞാൻ ഇവൻ്റെ അടുത്ത് പോയി കുടുങ്ങിയല്ലെന്ന് അദ്ദേഹം വിചാരിച്ചു. സോ അദ്ദേഹം ഓരോ പ്രാവശ്യവും ഓരോ ബോളിന് ശേഷവും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു ഇങ്ങനെ. അതിനുശേഷം ഞാനും പിന്നെ അതൊക്കെ പറയാൻ തുടങ്ങി വായി തോന്നുന്നത്. അതായത് അദ്ദേഹം ഒരു ഫ്രേസ് പറയുമ്പോൾ ഞാൻ 3 എണ്ണമായിരിക്കും പറയുന്നത് എൻ്റെ വായിന്ന്. അദ്ദേഹം 2 പറയുമ്പോൾ ഞാൻ 5 ആയിരിക്കും പറയുന്നത്. ഒരു കാലത്ത് അവർ പിന്നെ വിട്ടു തോല, ഇവൻ എന്ത് ചെയ്താലും അതൊക്കെ അവൻ ശരിയാക്കി എന്തെങ്കിലും ബെറ്റർ ആയിരിക്കും, ഇവൻ്റെ അടുത്ത് സംസാരിക്കാൻ പാടില്ലെന്ന്. അപ്പോൾ ഒരു ടൈം ഉണ്ടായിരുന്നു ഓസ്ട്രേലിയയിൽ. പിന്നെ അവർ അവിടുന്ന് എന്നെ സ്ലെഡ്ജ് ചെയ്യുന്നതും വിട്ടിരുന്നു. അദ്ദേഹം എന്നെ എപ്പോൾ സ്ലെഡ്ജ് ചെയ്താലും അവരുടെ ബാറ്റ്സ്മാനെ ഞാൻ വിടത്തില്ല. അതിൻ്റെ ഒപ്പം 5ഉം 6ഉം വിക്കറ്റ് ഞാൻ എടുത്തുകൊണ്ടിരിക്കും. ഒരു സമയത്ത് പിന്നെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, അദ്ദേഹം എന്നെ കാണുമ്പോൾ നല്ല കാര്യമാണ്. അതുകൊണ്ടാണോ താങ്കൾ ആൻഡ്രൂ സൈമൺസിനെ മങ്കി എന്ന് വിളിച്ചത്? ഇല്ല, ഞാനങ്ങനെ പറഞ്ഞില്ല സാർ. ഞാനങ്ങനെയൊന്നും പറഞ്ഞില്ലായിരുന്നു. അവരുടെ കുറ്റാരോപണം എന്താന്ന് വെച്ചാൽ, ഇപ്പോൾ സാർ ഒരു കുറ്റാരോപണം എൻ്റെ മേത്ത് പറഞ്ഞില്ലേ, അതുപോലെയാ. ഇപ്പോൾ നിങ്ങൾ എന്നോടൊരു വാക്ക് പറഞ്ഞില്ലേ, ഞാനങ്ങനെ പറഞ്ഞില്ല. ഞാനിപ്പോൾ നിങ്ങളുടെ അമ്മേനെ അവരുടെ അടുത്ത് പറഞ്ഞു. ഞാനെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, നോർമലി നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങളുടെ അമ്മയുടെ കണ്ണ് പോലും ആയിരിക്കും അത് എത്രത്തോളം ഭംഗിയുണ്ട്. അദ്ദേഹം അടുത്ത് എന്താ പറയുന്നതെന്ന് പോലും കേട്ടില്ല. അതിനിപ്പുറം പറഞ്ഞത്, നിങ്ങളുടെ അമ്മയുടെ കൈ കൊണ്ട് ഒരു റൊട്ടി കഴിക്കാൻ ആഗ്രഹമുണ്ട്. നെക്സ്റ്റ് എന്താ പറയാൻ പോകുന്നതെന്ന് പോലും കേട്ടില്ല അദ്ദേഹം. അദ്ദേഹത്തിന് ഹിന്ദി അറിയില്ലല്ലോ. അപ്പോൾ എനിക്കെങ്ങനെ ഇംഗ്ലീഷ് മനസ്സിലാവുന്നത്? പക്ഷേ പാകിസ്ഥാനി പ്ലേയേഴ്സിന് താങ്കളുടെ പഞ്ചാബി നന്നായിട്ട് മനസ്സിലാകും അല്ലേ? തീർച്ചയായിട്ടും അവർക്ക് നന്നായിട്ട് മനസ്സിലാവും. പഞ്ചാബിലെ ആൾക്കാർ ഞങ്ങളൊരു വാക്ക് പറയുവാണെങ്കിൽ, ഇവിടെയുള്ള പഞ്ചാബീസ് ആയിക്കോട്ടെ അവിടെയുള്ള പഞ്ചാബീസ് ആയിക്കോട്ടെ, അത്രത്തോളം ഒന്നും മനസ്സിലാവാണ്ടിരിക്കത്തില്ല. എല്ലാം ഒന്നല്ലേ. അവരെയും ശരിക്കും ചീത്ത വിളിക്കാറില്ലേ? ഇല്ല, ഞാൻ അവരെയൊന്നും പറഞ്ഞില്ല. പക്ഷേ ഒരുപക്ഷെ ഗ്രൗണ്ടിൽ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവാം. അവർ വഴക്ക് പറഞ്ഞിരുന്നാൽ ഞാനും പറഞ്ഞിട്ടുണ്ടാവും. ഷോയിബ് അക്തറിനെ താങ്കൾ ചീത്ത പറഞ്ഞതായിട്ടും കേട്ടു. അദ്ദേഹം ഒരുപാട് വഴക്ക് പറഞ്ഞിരുന്നു. ഷോയിബ് അക്തർ ഒന്ന് എങ്ങനത്തെ ഒരു പേഴ്സണാന്ന് വെച്ചാൽ, അദ്ദേഹം ഞങ്ങളൊപ്പം നല്ലപോലെ മെൽറ്റായി മിങ്കിളായിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ഞങ്ങളൊപ്പം വരും, നല്ലപോലെ കഴിക്കും, പോവും. പക്ഷേ കള്ളൊന്നും കുടിക്കത്തില്ല കേട്ടോ. പക്ഷേ നല്ല കഴിക്കും. പക്ഷേ ഞങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നത്, അതുകൊണ്ട് അപ്പോൾ നല്ലപോലെ ഞങ്ങൾ ക്ലോസ് ആയിരുന്നു അങ്ങോട്ട്. അത് ഓവറായിട്ട് എടുത്തിട്ട് വായിക്ക് വന്നതൊക്കെ പറഞ്ഞു എന്നാണ് വിചാരിച്ചു പോയത്. പിന്നെ ഇതുവരും ഗെയിമല്ല. താങ്കൾ വഴക്കും പറഞ്ഞു, പിന്നെ ഇല്ല, അതിനനുസരിച്ച് ഞാൻ ആദ്യം 6 അടിച്ചു. അതുകൊണ്ട് അദ്ദേഹം വളരെ ഷോക്കായി, ഇവൻ എങ്ങനെ ഇത് അടിച്ചെന്ന്. അതിനുശേഷം അവർ പറഞ്ഞു അവർ ചെയ്ത ബോൾ ബൗൺസ് ആയെന്നൊക്കെ. അതിനുശേഷം അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്തൊക്കെ അങ്ങോട്ട് വിളിച്ചു പറയാൻ ആരംഭിച്ചു. അതിനുശേഷം ഞാനും അതിനുള്ള ഉത്തരം കൊടുത്തു. അദ്ദേഹം എന്തൊക്കെ പറഞ്ഞു അതിൻ്റെ മറുപടി ഞാൻ കൊടുത്തതായിരുന്നു. ഞാൻ കുറഞ്ഞൊരാളല്ലല്ലോ. പക്ഷേ ഗെയിം തീർന്നതും വൈകിട്ട് എല്ലാവരും ഒരുമിച്ചായിരിക്കും ഇരിക്കുന്നത്. പക്ഷേ അപ്പോൾ താങ്കൾ പറഞ്ഞതൊന്നും ഇവിടെ പബ്ലിക്കിനോട് പറയാൻ സാധിക്കില്ലല്ലേ? ഇല്ല, അത് എന്താ കാര്യം എന്ന് വെച്ചാൽ, പബ്ലിക്കായിട്ട് അങ്ങനെ ചെയ്തിരിക്കാൻ പാടില്ല. അവിടെയും ശരി, അത് എന്നെക്കൊണ്ട് ഒഫീഷ്യലായിട്ട് പറയാൻ പറ്റില്ല. ഇപ്പോൾ ആ കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ വളരെ വിഷമമുണ്ട് എനിക്കും കൂടെ. എല്ലാവരും ഫ്രണ്ട്സായിട്ട് ഇരുന്നിട്ട് പോലും അങ്ങനെ പബ്ലിക്കായിട്ട് സംസാരിക്കാൻ തെറ്റാ. പബ്ലിക്കലി ഞാൻ അങ്ങനെ സംസാരിച്ചിരിക്കാൻ ആണെങ്കിൽ പോലും റൂമിൽ വന്ന് അടിക്കും എന്നൊക്കെ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു. അത് സത്യമാണോ? അതെ,
അദ്ദേഹം റൂമിൽ കയറി നല്ലപോലെ തല്ലി ചതയ്ക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. ഞാനും നോക്കി, വാ നമുക്ക് നോക്കാം ഒരു കൈ എന്ന് പറഞ്ഞേ. ആക്ച്വലി ഞാൻ കുറച്ച് പേടിച്ചു പോയി, കാരണം അദ്ദേഹം ഒരു ബോഡി ബിൽഡറിനെ പോലെയുള്ള ഒരു വട്ടം അദ്ദേഹം എന്നെയും പിന്നെ യുവിനെയും പിടിച്ച് നല്ലപോലെ കളിക്കുകയാണെങ്കിൽ പോലും റൂമിലിട്ട് തല്ലി ചതച്ചു. യുനോ അദ്ദേഹം വലിയ സ്ട്രോങ് ആണ്. 3 പേരുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അദ്ദേഹം അപ്പം യുവിനെടുത്ത് ഒരൊറ്റ വീശ അങ്ങോട്ട് കൊടുത്തത്. യുവി എന്നേക്കാൾ വണ്ണമുള്ള ആളാ. യുവിനെ പൊക്കിയെറിഞ്ഞ് എനിക്ക് പേടിയായിട്ട്, കാരണം ഞാൻ മെലിഞ്ഞല്ലേ ചേട്ടാ, എന്നെ വിട്ടേരെ, എന്നെ തല്ലല്ലേ ചേട്ടാ എന്നൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷേ എന്ത് ചെയ്യാനാ, എല്ലാം നമ്മുടെ ഫ്രണ്ട്സ് അല്ലേ. അപ്പോൾ അവരൊക്കെ അവരവരുടെ നാടിന് വേണ്ടി കളിക്കുന്ന പ്ലേയേഴ്സ് അല്ലേ. ഇതൊക്കെ വലുതാക്കാനൊന്നുമില്ല. താങ്കളും കളിയാക്കാനൊന്നും മോശക്കാരനല്ലല്ലോ. പാകിസ്ഥാൻ ടീം തോൽക്കുന്ന സമയത്ത് അവരുടെ ഡ്രസ്സിംഗ് റൂമിന്റെ മുന്നിൽ പോയി കളിയാക്കുമെന്നാണ് കേട്ടത്. ഇല്ല, അതൊരു വട്ടമായിരുന്നു നടന്നത്. 2003 ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് ഉണ്ടായിരുന്നു. അത് വേൾഡ് കപ്പ് മാച്ച്. അതിൽ ഒരുപാട് പ്രഷർ ഉണ്ടായിരുന്നു. ആ ഒരു മാച്ചായിരുന്നു ഞാൻ കളിക്കേണ്ടിരുന്നത്. അപ്പോൾ യൂസഫ് ഖാൻ, മറ്റേ മുഹമ്മദ്, പിന്നെ മുഹമ്മദ് യൂസഫ് ഖാൻ, ഇവരോടൊപ്പമൊക്കെ വഴക്കായി ഡ്യൂറിങ് ദ ലഞ്ച് ബ്രേക്ക്. അതുകൊണ്ട് അത് നല്ലപോലെ ഒരു ഫീലായിപ്പോയി മനസ്സിൽ, നീയാണോ ഞാനാണോ എന്നുള്ള രീതിക്ക്. പക്ഷേ മാച്ച് ജയിച്ചതിന് ശേഷം വളരെയധികം സന്തോഷമായിരുന്നു. അവിടെ നമ്മുടെ മ്യൂസിക് റണ്ണിങ് ആയിരുന്നു. അപ്പോൾ ഞാനവിടെ നല്ലപോലെ ഡാൻസ് കളിക്കാൻ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. മാച്ച് കാണാനായിട്ട് ഒരുപാട് ദൂരത്തു നിന്ന് ആൾക്കാർ വന്നു, ഇന്ത്യയിൽ നിന്നൊക്കെ. അപ്പോൾ അവരുടെ ഒപ്പം ചേർന്ന് ഞാനും കൂടെ കളിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ മാച്ച് ജയിച്ചത് വളരെ നല്ലതായിരുന്നു എന്ന്. പാകിസ്ഥാനെ തോൽപ്പിക്കുന്ന ആ സന്തോഷം തന്നെ വേറെയാണല്ലേ. സർ, ഫോർ മീ ആസ് എ പ്ലെയർ, ഏതൊരു വലിയ ടീമിനെ തോൽപ്പിച്ചാലും അത് വളരെ സന്തോഷമായിരിക്കും. ആൻഡ് പാകിസ്ഥാനിലുള്ള ടീമും വലിയൊരു ടീമായിരുന്നു അന്ന്. വാസിം അക്രം, വക്കാർ യൂനസ്, അവരുടെ ബൗളിംഗ് ലൈൻ നോക്കുവാണെങ്കിൽ സക്ലൈൻ മുസ്താഖ്, സോയബ് അഖ്തർ, ഇവരൊക്കെ ബൗളിംഗ് ലൈനേഴ്സ് ആയിരുന്നു. ബാറ്റിംഗ് നന്നായിട്ട് ചെയ്യും. സയ്യിദ് അർനൂർ പോലെ നല്ല ബാറ്റ്സ്മാനൊക്കെ ഉണ്ടായിരുന്നു അവരുടെ ടീമിൽ. സോ അതൊരു സ്പെഷ്യൽ ഗെയിമായിരുന്നു, സ്പെഷ്യൽ മൂമെൻറ്റ്സ് ഉണ്ടായിരുന്നു അന്ന്. സോ ഐ ഫീൽ ഇന്ത്യ പാകിസ്ഥാൻ എന്ന് മാച്ച് കളിച്ചാലും അതിൽ പ്ലേയേഴ്സിനേക്കാളധികം മീഡിയയാണ് അത് ഒരുപാട് ഹൈപ്പാക്കി വിടുന്നത് തന്നെ. അതവർ എന്തോരം വലിയ ഗെയിമായിട്ടാണ് മാറ്റുന്നതെന്ന് വെച്ചാൽ, അതല്ലാണ്ട് വേറെ ഗെയിമൊന്നും ഇല്ല എന്നുള്ള രീതിക്ക് അവർ മാറ്റുന്നത്. എന്നെ സംബന്ധിച്ച് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യക്ക് ഒരു കോമ്പറ്റേറ്റർ ഉണ്ടെന്ന് വെച്ചാൽ അത് ഒന്നുകിൽ സൗത്ത് ആഫ്രിക്ക, ഇല്ലെങ്കിൽ ഓസ്ട്രേലിയ, ഇല്ലെങ്കിൽ ഇംഗ്ലണ്ട്. ഈ ഒരു 3 ടീമാണ്. മറ്റുള്ള ടീംസിനേക്കാൾ ഐ ഫീൽ ഞങ്ങൾ ചിലപ്പോൾ 10 പ്രാവശ്യം മാച്ച് കളിക്കുവാണെങ്കിൽ എനിക്കറിഞ്ഞൊരു 7 വട്ടം തോൽപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ. ഓസ്ട്രേലിയയെ താങ്കൾ സ്ലഡ്ജ് ചെയ്യുന്നത് എല്ലാവരും ഇഷ്ടപ്പെടും. പാകിസ്ഥാനി പ്ലേയേഴ്സിനോട് അങ്ങനെ ചെയ്താലും എല്ലാവരും ഇഷ്ടപ്പെടും. പക്ഷേ താങ്കൾ എന്തുകൊണ്ടാണ് ശ്രീശാന്തിന്റെ ചെവിക്കല്ല് നോക്കി അടിച്ചത്? ഇല്ല, ആക്ച്വലി അവൻ വല്ലാത്ത ഒരു കുസൃതിയാണ് കാണിച്ചത്. ഇല്ല, അത് എൻ്റെ തെറ്റും കൂടിയാണ്. കാരണം ഗ്രൗണ്ടിൽ ഞാൻ അറിയാണ്ട് ഒരുപാട് കുസൃതി കാണിച്ചു പോയെന്ന്. ഇപ്പോഴെന്നല്ല, ഞാൻ ഓരോ ഇൻ്റർവ്യൂവിലും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ലൈഫിൽ ചില കാര്യത്തിൽ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അതിൽ നിന്ന് ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. പിന്നെ ശ്രീശാന്തിൻ്റെ സമയത്ത് നോക്കുവാണെങ്കിൽ ഞാൻ അതിലും ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ വിചാരിച്ച് വിഷമിക്കുവാണ്. പക്ഷേ അവൻ കരയാൻ സ്റ്റാർട്ട് ചെയ്തു. ഞാനെന്തോ അവനെ ഒരുപാട് തല്ലിയതുപോലെ. അങ്ങനെയൊന്നുമില്ല. ബട്ട് എനിഹൗ സർ, ദാറ്റ് വാസ് സംതിങ്. അതൊരുപോലെ അതെങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ, ഇതെല്ലാവർക്കും അറിയാം അവനാണ് ആ തെറ്റ് ചെയ്തിട്ടുള്ളതെന്ന്. മറ്റുള്ള എല്ലാവർക്കും ഞാനിപ്പോൾ പറയുവാണ്, ഐ എം റിയലി സോറി, ഞാൻ അന്ന് അങ്ങനെ ചെയ്തിരിക്കാൻ പാടില്ല, ചെയ്ത കാര്യത്തെ ഞാൻ ഇപ്പോഴും ഗിൽറ്റാണ്. പക്ഷെ താങ്കൾ എവിടെയാണ് ഇതൊക്കെ പഠിച്ചത്? എവിടുന്നാ പഠിച്ചെന്നോ? അല്ല, അതായത് പഠിച്ചിട്ടേ ഇല്ല ഇത്രയും എപ്പിസോഡ് കഴിഞ്ഞിട്ടും? ഇല്ല, അതിനുശേഷം ഞാൻ ആരെയും തല്ലിയിട്ടില്ല. അടിച്ചില്ല, പക്ഷെ അടിക്കുന്ന റേഞ്ചിലേക്ക് എത്തി അമ്പാട്ടി റാവുവിനോട്. ഇല്ല സാർ, ഞാനത് മനസ്സിലാക്കി കൊടുക്കാൻ പോയതാ. അതായത് ഒരു 5-6 വർഷത്തിന് മുന്നേ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ വെച്ചാൽ പഴയ പോലെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചേനെ. നമ്മൾ എങ്ങനത്തെങ്കിലും ഒരു ഗ്രൗണ്ടിൽ കളിക്കുന്ന സമയത്ത് പല സമയത്ത് മിസ്ഫീൽഡ് ചെയ്യും. ഞാനും ചെയ്തിട്ടുണ്ട്. ബൗളറുടെ അടുത്ത് വഴക്ക് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയുള്ള യങ്സ്റ്റേഴ്സ് എല്ലാവർക്കും ഞാനൊരു അഡ്വൈസ് തരാൻ ആഗ്രഹിക്കുവാണ്. ഗ്രൗണ്ടിൽ എല്ലാവരും തന്നെ എഫേർട്സ് ഇടും. ബട്ട് ദ ഹിറ്റ് ഓഫ് ദ മൂമെന്റ് നമുക്ക് തോന്നുവാണെങ്കിൽ ആ ബോള് അവൻ പിടിച്ചിരിക്കണമെന്നായിരിക്കും. ആസ് എ ബൗളറായിട്ട് നിങ്ങൾ അങ്ങനെ പക്ഷേ റിയാക്ട് ചെയ്യാൻ പാടില്ല. അത് നടക്കും, പക്ഷേ ബൗളർ അങ്ങനെ റിയാക്ട് ചെയ്യാൻ പാടില്ല. ഫീൽഡർ എന്തെങ്കിലും കാണിച്ചാലും ഒരുപാട് സമയം ഡ്രസ്സിംഗ് റൂമിൽ പോയി ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട അവസ്ഥ വരും. 6 പിടിച്ചിരിക്കാമല്ലോ, പിന്നെ പറയും ഓക്കെ കുഴപ്പമില്ല, നമുക്ക് നോക്കാം, ഇനി ഒരു വട്ടം ആവട്ടെ എന്നൊക്കെ. സോ നെക്സ്റ്റ് ടൈം ട്രൈ ചെയ്യണം. ആ സമയത്ത് നിങ്ങൾ റിയാക്ട് ചെയ്യാൻ പാടില്ല. കാരണം ബൗളർ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കണം. അതുപോലെ ഫീൽഡർ എന്തെങ്കിലും പറയുവാണെങ്കിലും നിങ്ങൾ ഈ ആംഗ്രി യങ് മാൻ ബുക്ക് വിരാട് കോഹ്ലിയാണ് ഫോളോ ചെയ്യുന്നതെന്ന് കേട്ടു. അദ്ദേഹവും വളരെ ദേഷ്യക്കാരനാണ്. സാർ, അത് പിന്നെ ആംഗ്രി യങ് മാൻ എന്ന് പറയുന്നൊരു ബുക്കാണെങ്കിൽ അത് അധികം ഇൻട്രസ്റ്റ് ആണെന്ന് പോലും പറഞ്ഞേക്കാം.
നിങ്ങളത് ആംഗ്രി യങ് മാൻ ബുക്കാണെന്നാണ് പറയുന്നത്. ഈ ഒരുപാട് ഇൻട്രസ്റ്റ് ഒക്കെ മനസ്സിൽ നിന്ന് വരുന്നൊരു കാര്യമാണല്ലോ. അവരെ സംബന്ധിച്ച് വിജയിക്കണം, അത്ര തന്നെ. അതിനുവേണ്ടി എന്ത് വേണമെങ്കിലും അവർ ചെയ്യും, അതാണ്. അങ്ങനെയാണ് കളിച്ചിട്ടുള്ളത്. ആൻഡ് ഗുഡ് ടു സീ വിരാട് കോഹ്ലി, ദ വേ ഹി കണ്ടക്ട് ഹിംസെൽഫ്, ഐ ഫീൽ ഇറ്റ്സ് ബ്രില്യൻറ്റ്. ദിസ് ഇസ് ദ വേ ഫോർവേഡ്. ക്രിക്കറ്റിൽ അതായത് നല്ല ബോഡി ലാംഗ്വേജ് വേണം, ഇന്ത്യക്ക് വേണ്ടി പോരാടണം, ഇന്ത്യക്ക് നമ്മളൊരു നല്ല റിസൾട്ട് കൊടുക്കണം, അങ്ങനത്തെ ഒരു നല്ല സ്പിരിറ്റ് നമ്മൾ കൊടുത്തിരിക്കണം. അതുപോലെ വിരാട് കോഹ്ലി എൻ്റെ അടുത്തുനിന്ന് അത് എടുത്തിരുന്നാൽ പോലും, ഇല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ളിൽ അത് ഇരുന്നാൽ പോലും, ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇരുന്നാൽ പോലും, അത് വിച്ച് ഇസ് എ ഗ്രേറ്റ് സൈൻ ടു ടേക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് ടു ദ ഗ്രേറ്റ് സൈൻ. പക്ഷെ അത്രത്തോളം അഗ്രസീവ് ആകാൻ പാടില്ലെന്ന് പലരും പറയാറില്ലേ? അതായത് ഓരോ മനുഷ്യർക്കും അവരുടെ ലിമിറ്റ് എന്താണെന്ന് നല്ലപോലെ അറിയാം. അതല്ലാണ്ട് ബാക്കിയുള്ളവർ അവരുടെ ഇഷ്ടത്തിനെല്ലാം അവർ പറയും, അതവരുടെ പണിയാണല്ലോ. അപ്പോൾ ജീവിതം അതിനു വേണ്ടിയാണോ അതോ നമുക്ക് വേണ്ടിയാണോ ജീവിക്കുന്നതെന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ ഓവർ ദ ലിമിറ്റ് ഒന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല. ഭക്ഷണം അധികം കഴിക്കാൻ പാടില്ല, കാരണം അതും ജീർണമാവത്തില്ല. സോ അഗ്രഷനും അതേപോലെ കൺട്രോൾഡ് ആയിരിക്കണം, അതും പിന്നെ ലൈഫിൽ ജീർണമായെന്ന് വരില്ല. താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. അദ്ദേഹം ഒരു അത്ഭുതകരമായ പ്ലെയറാണ്. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ കരിയർ വളരെ ഉയർത്തി. താങ്കളും അതിനുവേണ്ടിയുള്ള കോൺട്രിബ്യൂട്ട് നിറയെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ താങ്കളാണ് വളരെ സീനിയർ പ്ലെയർ. വിരാട് കോഹ്ലി ഇതുപോലെ അഗ്രസീവായിട്ട് കളിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഓഡിയൻസിൽ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? താങ്കൾ. സർ, എല്ലാവർക്കും അറിയാം, അതായത് നിങ്ങളൊരു ഗുഡ് ബാറ്റ്സ്മാൻ ആൻഡ് ഗുഡ് ബൗളറാണ്. നിങ്ങൾക്ക് പിച്ചിൽ എന്താണ് കളിക്കാൻ ആഗ്രഹം? ഒരു ബൗളറായിട്ടാണോ അതോ ബാറ്റ്സ്മാൻ ആയിട്ടാണോ സർ? ഇതാ നോക്കൂ, ഞാൻ ഫസ്റ്റ് ബൗളറാണ്. ആൻഡ് അത് പ്രൂവ് ചെയ്യാനായിട്ട് ഞാൻ ഒരുപാട് പോരാടുന്നുണ്ട്. അതേസമയത്ത് എനിക്ക് തന്നെ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ട് എന്നെക്കൊണ്ട് ബാറ്റിങ്ങോ ബൗളിങ്ങോ ശരിക്കും ചെയ്യാൻ പറ്റാത്തതെന്നാണ്. അങ്ങനെ ഞാൻ എന്നെ തന്നെ ഒരുപാട് ചോദ്യം ചെയ്യുന്നതുകൊണ്ടാണ് വരുന്ന ദിവസത്തെ എന്നെക്കൊണ്ട് കളിക്കാൻ പറ്റുന്നത്. ഞാനൊരു ബൗളറാണ്, എനിക്ക് ബൗളിംഗ് ഭയങ്കര ഇഷ്ടവുമാണ്. അതുമാത്രമല്ല, ഞാൻ ബാറ്റിംഗ് നന്നായിട്ട് തന്നെ ചെയ്യും. ഞാൻ ഒരിക്കലും തളരത്തില്ല, എല്ലാം നല്ലപോലെ ഫേസ് ചെയ്യും. ഞാൻ പറ്റുന്ന അളവിന് എതിർത്ത് നിന്നിരിക്കും. ഞാൻ ഫസ്റ്റ് ടൈം ഇന്ത്യൻ ടീമിൽ സെലക്ട് ആയപ്പോൾ താങ്കളുടെ പേരൻസിന്റെ റിയാക്ഷൻ എന്തായിരുന്നു സർ? എൻ്റെ അച്ഛനും അമ്മയും വളരെ സന്തോഷപ്പെട്ടു, ഒരുപാട് പ്രൗഡായെന്നാണ് പറഞ്ഞത്. പക്ഷേ അവരെ കൊണ്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അത് സംഭവിച്ചു പോയല്ലോ. അങ്ങനെ സെലക്ട് ആയത് എന്നെക്കൊണ്ട് വിശ്വസിക്കാൻ വയ്യ. എൻ്റെ ഡാഡിക്കും ഫോൺ വന്നിരുന്നു. എൻ്റെ ഫ്രണ്ട് അരവിന്ദ് സിംഗ് എൻ്റെ ടീമിലുണ്ടായിരുന്നു, അദ്ദേഹത്തിനും ഫോൺ വന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ ഫോണൊന്നും ഇല്ലായിരുന്നു. അതായത് അടുത്ത വീട്ടിൽ പോയാണ് ഫോൺ സംസാരിക്കേണ്ടത്. അപ്പോഴാണ് പറഞ്ഞത്, ഇതാ ഇങ്ങനെ ഹർഭജൻ സിംഗിനെ ടെസ്റ്റ് മാച്ചിന് വേണ്ടി സെലക്ട് ചെയ്തതായിട്ട് അവർ പറഞ്ഞിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛന് വിശ്വാസമില്ലായിരുന്നു, ഇങ്ങനെ ഡൗട്ടായിട്ടാണ് പറഞ്ഞത്. അച്ഛൻ എൻ്റെ അടുത്ത് പറയുമ്പോൾ എനിക്കും വിശ്വാസമില്ലായിരുന്നു. എന്തോ കോമഡിക്ക് ആരോ പറഞ്ഞതെന്നാണ് ഞാൻ വിചാരിച്ചത്. അതുമല്ലാണ്ട് അരവിന്ദ് സിംഗ് എപ്പോഴും വല്ലാണ്ട് കോമഡി ചെയ്യുന്ന ആളാണെന്ന് എനിക്കറിയാമല്ലോ. പക്ഷേ ഞങ്ങൾ വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്യുമായിരുന്നു, ഇങ്ങനെ ന്യൂസ് വരും എന്നൊക്കെ പറഞ്ഞ് കാത്തിരിക്കുമായിരുന്നു. അതുവരെ വിശ്വസിച്ചില്ല. പക്ഷേ വൈകുന്നേരം ന്യൂസ് വന്നപ്പോൾ വളരെയധികം സന്തോഷമായിരുന്നു എല്ലാവർക്കും തന്നെ. ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള എല്ലാവരും തന്നെ ഞങ്ങളുടെ വീട്ടിലോട്ട് തന്നെ വന്നിരുന്നു ഇറങ്ങി. അതായത് അത് വളരെ ഒരു ഹാപ്പി മൂമെൻ്റ് ആയിരുന്നു. അതായത് ആ സമയത്ത് അത് മറക്കാൻ കഴിയില്ല. എൻ്റെ ലൈഫിൽ ഒരുപാട് മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായിരുന്നു അത്. മറക്കുകയില്ല ഞാൻ. താങ്കൾ വളരെ ദൂരം യാത്ര ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഹർഭജൻ സിംഗിനോടുള്ള ചോദ്യങ്ങൾ തുടരുന്നതായിരിക്കും. ബ്രോ, താങ്കളുടെ ഇന്ത്യ ടൂർ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു? ഫ്രീ ഹോട്ടൽ, ഫ്രീ ലഞ്ച്, ജീവിതം അടിപൊളിയാണ് അല്ലേ ബ്രോ? സാർ, ലോകത്ത് എന്തൊക്കെയോ കാര്യം സംഭവിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ എന്തിനാ സാർ ഇത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് ക്രിക്കറ്ററായ ഹർഭജൻ സിംഗിനോടാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ക്രിക്കറ്റ് സ്റ്റാർ ഹർഭജൻ സിംഗിന്റെ മേലുള്ള കുറ്റാരോപണം, ഇദ്ദേഹം പുതിയ ചർച്ചകൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇത്രയും നേരം ക്രിക്കറ്റിനെ കുറിച്ചും ക്രിക്കറ്റ് മൈതാനത്തിനെ കുറിച്ചുമാണ് സംസാരിച്ചത്. പക്ഷേ അനിൽ കുംബ്ലെ ട്വിറ്ററിൽ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അതിൽ നിങ്ങൾ എല്ലാവരും വളരെ യങ്ങായിട്ടാണ് കാണുന്നത്. അതിൽ സച്ചിൻ തെണ്ടുൽക്കറുമുണ്ട്. എന്നെ കണ്ട യങ്ങായിട്ടില്ലേ? നോക്കൂ സാർ, ഇപ്പോഴും ഞാൻ കാണാൻ ഒരു കുട്ടിയെ പോലെയുണ്ട്. അത് സത്യമാണല്ലോ സാർ, ഇപ്പോഴും കുഞ്ഞു തന്നെയാണ്. പാർത്ഥിവ് പട്ടേൽ അതിനൊരു കമന്റ് എഴുതിയപ്പോൾ താങ്കൾ അതിന് ഉത്തരം നൽകി, പാർത്ഥി നീ വിരൽ ചപ്പുന്ന ഒരു കുട്ടിയാണ്. പാർത്ഥി വളരെ കൊച്ചു പയ്യനായിരുന്നു. ആ പയ്യനെ പോലെ ഇവൻ ഇങ്ങനെ തന്നെ ആയിരിക്കും. അവനെന്ന് വലിയ ആളുകളുടെ കൂടെ ഇരിക്കുമ്പോൾ
ഞാൻ ഇരുന്ന് എഴുതിയതായിരുന്നു അന്ന്. ഞാൻ എന്താ എഴുതിയെന്ന് വെച്ചാൽ, നീ കാണാൻ ഈ വിരൽ ചപ്പുന്നതെന്ന് വെച്ചാൽ കുഞ്ഞു പയ്യൻ, അവൻ കാണാനും അങ്ങനെ തന്നെയായിരുന്നു. താങ്കൾ ഒരു പുതിയ മാർഗം കണ്ടുപിടിച്ചിരിക്കുകയാണ് ട്വിറ്ററിൽ. അതായത് ഒരു വ്യക്തി താങ്കളെ കളിയാക്കുമ്പോൾ ട്വിറ്ററിൽ, അപ്പോൾ താങ്കളെ ടീമിലെടുത്തിട്ടില്ല, താങ്കൾ ബെഞ്ചിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, ബ്രോ താങ്കളുടെ ഇന്ത്യ ടൂർ എങ്ങനെ പോകുന്നു, ഫ്രീ ഹോട്ടൽ, ഫ്രീ ഫുഡ്, ജീവിതം തന്നെ അടിപൊളിയാണല്ലോ എന്ന്. അതായത് ഇതൊരു സൂപ്പർ ലൈഫാണെന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇതൊരു മോശമായ ദിവസമായിരുന്നു അന്ന് എനിക്ക്. കാരണം ഞാൻ ബെഞ്ചിലിരിക്കുമായിരുന്നു, എന്നെക്കൊണ്ട് കളിക്കാൻ പറ്റിയിട്ടില്ല. കാരണം എൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ ഗ്രൗണ്ടിനകത്താണ്, ഗ്രൗണ്ടിന് പുറത്തല്ല. ഗ്രൗണ്ടിന് പുറത്തിരിക്കുന്നതിന് പകരം ഞാൻ അന്ന് വീട്ടിൽ ഇരുന്നിരിക്കാമല്ലോ, എനിക്ക് വേറെ പണിയില്ലല്ലെങ്കിൽ. അതെനിക്ക് നാണക്കേട് തന്നെയാണ്. ആ സമയം നോക്കുവാണെങ്കിൽ എനിക്ക് എത്രത്തോളം ഹേർട്ടായിരിക്കും. അതായത് ഞാൻ എത്രത്തോളം താങ്കളുടെ ഉത്തരം കഷ്ടപ്പെട്ടാണ് കേൾക്കുമ്പോൾ അവിടെ. തന്നെ മനസ്സിലായി അവിടെ എന്തായിരിക്കും പറഞ്ഞിരിക്കുന്നത്. ഞാൻ അവൻ എന്താ പറഞ്ഞു? താങ്കൾ പറഞ്ഞിരിക്കുന്നത് ആന ചന്തയിലേക്ക് വരികയാണെങ്കിൽ പട്ടികൾ കുരയ്ക്കുക. അതായത് ആന ചന്തയിലേക്ക് വരികയാണെങ്കിൽ പട്ടികൾ കുരയ്ക്കും, നീയും അതിലൊന്നാണെന്ന്. സാർ, അതായത് നോക്കുവാണെങ്കിൽ നിങ്ങൾ അവൻ എന്നെ സെൻറ്റിമെൻ്റലി ടച്ച് ചെയ്തു സാർ. അതായത് ഞാൻ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടെന്ന് അവൻ അറിയില്ലല്ലോ സാർ. ഞാൻ 5 സ്റ്റാർ ഹോട്ടലിൽ വളരെ സന്തോഷമായിട്ടിരിക്കുമെന്ന് അവൻ വിചാരിച്ചത്. 5 സ്റ്റാർ ഹോട്ടലിൽ നല്ലപോലെ കഴിച്ച് എൻജോയ് ചെയ്യുവാന്നും സന്തോഷമായിരിക്കുമെന്നും. പക്ഷേ അവൻ അറിയില്ലല്ലോ ഞാൻ ഫാമിലിയൊക്കെ വിട്ട് പിരിഞ്ഞായിരിക്കുന്നതെന്ന്. ഞാൻ അമ്മേനെ പിരിഞ്ഞിരിക്കുവാണ്, അനിയത്തിന് പിരിഞ്ഞിരിക്കുവാണ്, എൻ്റെ വൈഫിനെ പിരിഞ്ഞിരിക്കുവാണ്. അത്രത്തോളം ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ അവിടെ വരെ പോയിട്ട് എനിക്ക് ചാൻസ് കിട്ടിയില്ല, വിച്ച് ഈസ് ഫൈൻ. ഞാൻ സെലക്ട് ആയിട്ടില്ല ഫസ്റ്റ് ലെവലിലോട്ട്. ബട്ട് അവൻ അറിയില്ലല്ലോ ഞാൻ ജിമ്മിൽ എത്രത്തോളം വർക്കൗട്ട് ചെയ്യുവാന്ന്, ഗ്രൗണ്ടിൽ എത്രത്തോളം വർക്കൗട്ട് ചെയ്യുവാന്ന്, ജസ്റ്റ് ടു ഗെറ്റ് ഓൺ ദ പാർക്ക് ആൻഡ് ഷോ ഹൗ ഐ വർക്ക് ഔട്ട് എന്ന് ആൻഡ് വിൻ ഗെയിം ഫോർ ഇന്ത്യ. അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ആരെങ്കിലും കമൻറ്റ് ചെയ്താൽ എനിക്ക് ദേഷ്യം വരുമല്ലോ സാർ. എനിക്ക് എരിച്ചലായിപ്പോയി. മേ ബി ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്യാൻ പാടില്ല, പക്ഷേ അന്നങ്ങനെ ചെയ്യേണ്ട അവസ്ഥയായിപ്പോയിരുന്നു. എനി ഹൗ റിയാക്ട് ചെയ്ത പോലും ഓർമ്മയില്ലേ? ഇവിടെ എന്തൊക്കെയോ പ്രശ്നം പോയിക്കൊണ്ടിരിക്കുവാണല്ലോ സാർ. പിന്നെ എന്തിനാ സാർ ഇത് തന്നെ പിടിച്ചോണ്ടിരിക്കുന്നത്? അവിടെ ഇംഗ്ലണ്ടിൽ വളരെ പ്രശ്നം പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ നിങ്ങൾ ഈ ചെറിയ കാര്യമൊക്കെ എടുത്തുകൊണ്ട് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ഞാൻ പറയാം. താങ്കൾ വളരെ നല്ല കാര്യമാണ് ചെയ്തിരിക്കുന്നത്. ഒരു വിവാഹത്തിൽ ഗൺഷോട്ട് കാരണം ഒരു മരണം സംഭവിച്ചു. എല്ലായിടത്തും കല്യാണത്തിന് ഗൺഷോട്ട് എടുക്കാറുണ്ട്. വളരെ ദുഃഖകരമായ കാര്യമാണ്. താങ്കൾ അതിനെ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന് താങ്കൾ പഞ്ചാബി സിംഗേഴ്സിനെയാണ് കാരണമായിട്ട് കാണിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ നോക്കുവാണെങ്കിൽ ഒരുപാട് സ്ഥലത്ത് ഈ കല്യാണത്ത് ഗൺ ഷോട്ട്സ് ഒക്കെ ചെയ്യുന്നുണ്ട് അവർ. പിന്നെ ഓടിലൊക്കെ എത്ര ഓട്ട വീണിട്ടുണ്ടെന്നും. സോ എന്നെ സംബന്ധിച്ച് ഇതൊക്കെ നടക്കാൻ പാടില്ല. ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. കാരണം നിങ്ങളത് ഷൂട്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഡാൻസ് കളിക്കുന്നുണ്ട്. അതൊക്കെ ആ സമയത്ത് ആരുടെയെങ്കിലും മേത്ത് പെട്ടാൽ അത് ആരുടെ മേത്ത് വേണമെങ്കിലും പെടും. അങ്ങനെയായിരുന്നു ഈയിടെ ഒരു കഷ്ടം സംഭവിച്ചു പോയത്. അവരുടെ കൊച്ചു കരഞ്ഞുകൊണ്ടിരിക്കുക. അമ്മയ്ക്ക് ഗൺഷോട്ട് കിട്ടിയിട്ടുണ്ട്, പക്ഷെ രക്ഷിക്കാൻ പറ്റിയില്ല. എനിക്ക് ആ കാര്യം വളരെ ഒരു വിഷമമുള്ള ഒരു ഇതായി മാറിപ്പോയി. എന്നെക്കൊണ്ട് ജീർണിക്കാൻ കഴിഞ്ഞില്ല. അന്ന് ഫുൾ ഡേ എൻ്റെ മൂഡ് എങ്ങനെയായിരുന്നെന്ന് വെച്ചാൽ ഇത് മറക്കാൻ കഴിയാണ്ട് ഇതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചിരിക്കുമായിരുന്നു ഞാൻ. ഈ തെറ്റ് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് ഓർത്ത്. ആ അമ്മയുടെ ഒരു വിഷമം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ. അവിടെ പോയതിനു ശേഷം അവരുടെ ലൈഫ് തന്നെ മാറിപ്പോയി. പിന്നെ ഞാൻ ഈ സിംഗേഴ്സിനെയൊക്കെ ഒരിക്കലും കുറ്റവാളിയാണെന്നല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. പക്ഷേ ഏതെങ്കിലും ഒരു വിധത്തിൽ അവരുടെ പങ്കുണ്ട്. അഗ്രസീവായിട്ടുള്ള പാട്ടൊക്കെ ഇടുമ്പോൾ ഇങ്ങനെയായിരിക്കും. നമ്മൾ ഒരു പാട്ടൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലും തോന്നും. അതൊക്കെ കേൾക്കുമ്പോഴാണല്ലോ അഡ്രിനലിൻ പമ്പൊക്കെ കൂടുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാവരും നമ്മൾ അഭിനന്ദിക്കുമെന്നാണ് വിചാരിക്കുന്നത്. ഒരുപക്ഷെ ഗൺ ഷോട്ട് ചെയ്തിട്ട് നോക്കുമ്പോൾ ഒരു പാട്ടുണ്ട്, ਜਿੱਥੇ ਹੁੰਦੀ ਹੈ ਪਾਬੰਦੀ ਹਥਿਆਰ ਦੀ ਉੱਥੇ ਜੱਟ ഫയർ ਕਰਦਾ. അതായത് എവിടെയാണ് ആയുധങ്ങളൊക്കെ ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറയുന്നു, അവിടെ അത് ഫയർ ചെയ്യണം. അവിടെ പോയി എന്നെക്കൊണ്ട് ഇത് ഫയർ ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞ് ഫയർ ചെയ്തതിൽ ഒരു ഉപയോഗവും ഇല്ല. സോ എന്നെ സംബന്ധിച്ച് സർ ഇങ്ങനത്തെ പാട്ടൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ, നെക്സ്റ്റുള്ള ജനറേഷനെ ഒരുപാട് ബാധകമാക്കും. അതുകൊണ്ട് ഞാനൊരു മെസ്സേജ് പറയണമെന്ന് ആഗ്രഹിച്ചതായിരുന്നു. ഇങ്ങനത്തെ പാട്ടൊന്നും വേണ്ട. സത്യം പറയണേ ഞാനൊരു വകയിൽ എല്ലാ സിംഗേഴ്സിൻ്റെയും ഫാനാണ്. അതായത് നിങ്ങൾ നല്ല പാട്ടൊക്കെ പാടുവാണെങ്കിൽ ജനങ്ങൾ നിങ്ങളെ എന്നും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. പിന്നെ എന്തുകൊണ്ട് അവർക്ക് വേണ്ടി അത് ചെയ്യാൻ പാടില്ല? താങ്കൾ വളരെ നല്ല കാര്യമാണ് ചെയ്തിരിക്കുന്നത്. താങ്കൾ ആ ഇഷ്യൂസിനെ കുറിച്ച് എടുത്തത്. താങ്കൾ ഉടുത്ത പഞ്ചാബിനും സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? അതെന്തുകൊണ്ടാണ് ഒരു കോൺട്രവേഴ്സി ആയിട്ട് ക്രിയേറ്റ് ചെയ്തത്? സർ, ഞാൻ ഉർത്ത പഞ്ചാബിനെ സപ്പോർട്ട് ചെയ്തതില്ല. ഇനിയും ശരിക്കും പറയണമെങ്കിൽ ഞാൻ ഇനിയും ആ സിനിമ പോലും കണ്ടിട്ടില്ല സർ. ബട്ട് ഞാൻ പഞ്ചാബിനാണ് സപ്പോർട്ട് ചെയ്തത്. പിന്നെ ഞാൻ ലഹരിക്കെതിരെ
ഒരു പ്രാവശ്യം ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഇതിനു വേണ്ടി. പിന്നെ ഈ ലഹരി എന്ന് പറയുന്നത് പഞ്ചാബിൽ മാത്രമുള്ള കാര്യമല്ല. അത് ഇന്ത്യയിൽ ഒരുപാട് വലിയ വലിയ പാർട്ടീസിൽ സംഭവിക്കുന്നുണ്ട്. അവിടെ ഈ ലഹരിയൊക്കെ ഉണ്ടാവും, പക്ഷെ ആരും പുറത്തറിയില്ലെന്നേ ഉള്ളൂ. പക്ഷേ പഞ്ചാബിനെക്കുറിച്ച് മാത്രം പറയുന്നത് കൊണ്ട് അവിടെ മാത്രമേ ലഹരി ഉള്ളൂ എന്നുള്ളത് ഒരു തെറ്റിദ്ധാരണയാണ് സാർ. അത് വളരെ തെറ്റാണ് സാർ. അത് പഞ്ചാബിൻ്റെ പേര് നശിപ്പിക്കുന്ന പോലെയാണ്. ഞാനൊരു പഞ്ചാബി ആയതുകൊണ്ട് എനിക്ക് നല്ലപോലെ അറിയാം. ആസ് എ ഹ്യൂമൻ, ആസ് എ പഞ്ചാബി, ഇതെൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. എൻ്റെ ഇന്ത്യയിൽ, എൻ്റെ പഞ്ചാബിൽ, എൻ്റെ വീടിൻ്റെ അടുത്ത്, എൻ്റെ സ്ട്രീറ്റിൽ, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഏതെങ്കിലും ഒരു ലഹരി ആരെങ്കിലും ഉപയോഗിച്ചാൽ അത് വളരെ തെറ്റാണ്. എൻ്റെ അനിയനോ അല്ലെങ്കിൽ അനിയത്തിയോ, എൻ്റെ ചെറിയച്ഛനോ അല്ലെങ്കിൽ വലിയച്ഛനോ ആരാണെങ്കിലും ശരി, ഞാനൊരു ഇന്ത്യ പൗരനായിട്ട് അതൊക്കെ ഞാൻ തടഞ്ഞേ പറ്റൂ സാർ. അതുകൊണ്ട് ആരുടെയും ജീവിതം നശിച്ചു പോകാൻ പാടില്ല. നമ്മൾ പറ്റുന്നളവിന് ലഹരി തടയണം. കാരണം യങ്സ്റ്റേഴ്സിൻ്റെ ജീവിതം നശിക്കാൻ പാടില്ല സാർ. നാളെ യങ്സ്റ്റേഴ്സെ നമ്മൾ ഞാനെന്നും ഹ്യൂമാനിറ്റിക്കാണ് സാർ സപ്പോർട്ട് ചെയ്യുന്നത്. ഞാനെപ്പോഴും ഉർത്താ പഞ്ചാബ് അതിനെക്കുറിച്ച് സിനിമ പോലും എടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ അതിൽ പഞ്ചാബിൽ അങ്ങനെ സംഭവിക്കുന്ന പോലെ സിനിമ എടുത്തതിൽ അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ വൈ നോട്ട്? നമ്മളാണ് മനസ്സിലാക്കേണ്ടത്. നമ്മളാണ് നമ്മുടെ പിള്ളേർക്കൊക്കെ എടുത്ത് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. അതായത് വരുന്ന ജനറേഷന് പറഞ്ഞു കൊടുക്കണം, ലഹരി എന്ന് പറയുന്നത് നിങ്ങളെല്ലാം നശിപ്പിക്കാൻ പോകുന്നത്, ഇനി വരേണ്ടിയിരിക്കുന്ന എല്ലാ ജനറേഷനും അത് നശിപ്പിക്കുമെന്ന്. ഈ കാര്യം ഒരു പക്ഷേ പഞ്ചാബിലായിക്കോട്ടെ, ബീഹാറിലായിക്കോട്ടെ, എവിടെ സംഭവിച്ചാലും ഇന്ത്യയിൽ ലഹരി പദാർത്ഥം ഉണ്ടാവാൻ പാടില്ല. ഇന്ത്യയിൽ ലഹരി ഇല്ലെങ്കിൽ നമ്മളല്ലേ സാർ നാളത്തെ സൂപ്പർ പവർ? നമ്മുടെ നാടല്ലേ സാർ എല്ലാത്തിലും പിന്നെ മുന്നിരിക്കുന്ന ലോക നാടുകളിൽ വെച്ച്? താങ്കൾ യൂത്തിന് നല്ല മെസ്സേജാണ് കൊടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല, എഫക്റ്റായ ഫാമിലിക്ക് ഇതൊരു നല്ല മെസ്സേജാണ്, നല്ല സന്ദേശമാണ്. ഇത് താങ്കൾ ക്യാമ്പയിൻ ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഫൈനൽ റൗണ്ടാണ്. താങ്കൾ സാർ, നിങ്ങൾ ബേസിക്കലി പഞ്ചാബിൽ നിന്നാണ് വരുന്നത്. പിന്നെ ക്രിക്കറ്റ് ലോകത്ത് നിങ്ങളുടേതായിട്ടുള്ള ഒരു വലിയ പേര് തന്നെയുണ്ട്. പിന്നെ പഞ്ചാബിൽ 2017 ഇലക്ഷൻ നടക്കാനിരിക്കുകയാണ്. നിങ്ങൾ ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയിൽ ചേരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ സാർ, പുതിയൊരു കരിയറായി? എന്ത്? അല്ല, ഏതെങ്കിലും പാർട്ടിയിൽ നിങ്ങൾ ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടോ സാർ? 2017 പഞ്ചാബിൽ ഇലക്ഷൻ നടക്കാനിരിക്കുകയാണല്ലോ, അടുത്ത വർഷം. താങ്കൾക്ക് അതിന്റെ ഉത്തരം കിട്ടിക്കാണുമെന്ന് കരുതുന്നു. അടുത്ത ആൾ. സാർ, നിങ്ങൾ നിങ്ങളുടെ വൈഫിനെ ആദ്യമായിട്ട് കാണുമ്പോൾ ഉണ്ടായ ഇംപ്രഷൻ എന്താണ് സാർ? അത് ഞങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമോ സാർ? ഇങ്ങനത്തെ ചോദ്യമൊക്കെ ചോദിച്ചെന്നെ ഇങ്ങനെ ആക്കല്ലേന്നേ. കുറച്ചു നേരമായിട്ട് ഇങ്ങനെ കുനിഞ്ഞിരിക്കുന്നതുകൊണ്ട് കഴുത്ത് വേദനിക്കുന്നു സാർ, അതുകൊണ്ടാ. സാരമില്ല, ഞാൻ വേണമെങ്കിൽ മസാജ് ചെയ്ത് തരാം. താങ്ക് യു സാർ. വേണമെങ്കിൽ ഒരു കൊങ്ങയ്ക്കും കൂടെ മസാജ് തരാം. ഇംപ്രഷൻ എന്താന്ന് വെച്ചാൽ ഇവിടെ എങ്ങനെയെങ്കിലും വൈഫ് ആക്കണമെന്നായിരുന്നു. അതിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവില്ലേ സാർ, പറയൂ. ഫസ്റ്റ് ഇംപ്രഷൻ, അവർക്ക് എൻ്റെ മേത്ത് എന്തായിരുന്നു ഇംപ്രഷൻ ഉള്ളതെന്ന് അറിയാനായിരുന്നു എൻ്റെ ഇംപ്രഷൻ. പക്ഷെ ഞാൻ തീരുമാനിച്ചത് അന്നേ എൻ്റെ വൈഫായിട്ട് ഇവരെ ആക്കണമെന്ന് ഓർത്തായിരുന്നു ഞാൻ പോയത്. നിങ്ങൾ അവരുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കാണില്ലേ സാർ? എന്ത്? എന്തെങ്കിലും ഒരു വേർഡ് സ്പെഷ്യൽ ആയിട്ടുള്ളത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവില്ലേ? വേർഡ് പിന്നെ അവരുടെ അടുത്ത് എന്ത് വേർഡാണ് ഞാൻ ഉപയോഗിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ഇതാണ്, ഫ്യൂച്ചറിൽ ഇങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഉണ്ടെന്ന്. Who is inspired to become a cricketer? എന്നെ ഒരു ക്രിക്കറ്റർ ആക്കാനായിട്ട് ആരെന്നെ ഇൻസ്പയർ ചെയ്തെന്ന് വെച്ചാൽ ഇറ്റ് വാസ് എൻ്റെ അകത്ത് എൻ്റെ മനസ്സ് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ എന്താണ് നാളെ ആവണ്ടേന്നുള്ളത്. ഇത് ഞാൻ നിങ്ങൾക്കും പറഞ്ഞുതരും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് പറഞ്ഞുതരും എന്താ ആവണ്ടേന്നുള്ള കാര്യങ്ങളൊക്കെ. അതൊക്കെ കണ്ടെത്തിയാൽ പിന്നെ എല്ലാം തന്നെ, എല്ലാവർക്കും ഒരു ഹീറോ എന്ന ഒരാളുണ്ടാവില്ല. അപ്പോൾ അവരെ പോലെ ആകണമെന്നാണല്ലോ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എൻ്റെ ഹീറോ കപിൽ ദേവ് ആയിരുന്നു. പിന്നെ ഞാൻ കുറച്ചുകൂടെ വളർന്നതിന് ശേഷമായിരുന്നു ഞാൻ സച്ചിൻ ടെണ്ടുൽക്കറിനെ ആവണമെന്ന് ആഗ്രഹിച്ചു. ഇങ്ങനെ അവരെ കണ്ട്, അദ്ദേഹത്തിനെ കണ്ട് ഇങ്ങനെ വളർന്നു വരുമ്പോൾ അദ്ദേഹത്തിനെ പോലെ ആവണമെന്ന് ഒരു ദിവസം ഞാൻ ആഗ്രഹിച്ചു വന്നതാണ്. അദ്ദേഹത്തിനെ പോലെ ഞാൻ കളിക്കണം, അദ്ദേഹത്തിനെ പോലെ ഞാൻ ഇന്ത്യയുടെ കളർ ജെസ്സിയൊക്കെ ഇട്ട് വരണം. സോ യെസ്, ഇറ്റ് വാസ് മൈസെൽഫ് ഹു വാണ്ടഡ് ടു പ്ലേ ക്രിക്കറ്റ് ആൻഡ് വിത്തൗട്ട് മൈ പാരൻസ് സപ്പോർട്ട് ആൻഡ് ഗൈഡൻസ് ആൻഡ് കോച്ചസ് ഇത്രയും ദൂരം വരുമെന്ന് അവരൊന്നും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഇത്രയും ദൂരം പക്ഷേ എത്തിയിട്ടുണ്ട്. ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. താങ്കൾ എന്താണ് കരുതുന്നത്? അതായത് ഇന്ത്യൻ ടീമിന്റെ ബെസ്റ്റ് ക്യാപ്റ്റൻ ആരാണ്? മഹേന്ദ്ര സിംഗ് ധോണിയാണോ വിരാട് കോഹ്ലിയാണോ? രണ്ടും വ്യത്യസ്ത പ്ലേയേഴ്സ് ആണ്. ഒരാൾ കംപ്ലീറ്റ്ലി കാം ആൻഡ് കൂൾ ആണ്, മറ്റൊരാൾ കുറച്ച് അഗ്രസീവ് നേച്ചറാണ്. താങ്കളുടെ ഒപ്പീനിയൻ എന്താണ്? എൻ്റെ ഒപ്പീനിയൻ എന്താന്ന് വെച്ചാൽ അത് ഞാൻ ഉറപ്പായിട്ടും നിങ്ങളോട് പറഞ്ഞേ പറ്റൂ. മഹേന്ദ്ര സിംഗ് ധോണി ആൻഡ് വിരാട്, ഇവർ രണ്ടുപേരും ഡിഫറെൻ്റായ ക്യാരക്ടേഴ്സാണ്, ഡിഫറെൻ്റായ പ്ലേയേഴ്സുമാണ്. ധോണി അഗ്രസീവായ പ്ലെയർ അല്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം കാണുന്നത് വെച്ച് നമ്മൾ അഗ്രസീവ് അല്ലെന്ന് പറയാൻ പാടില്ല. അത് നിങ്ങളുടെ
ഫീൽഡ് സെറ്റ്സിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്, അതായത് ഗ്രൗണ്ടിലായിരിക്കും അത്. നമ്മൾ തിങ്ക് ചെയ്യുന്നുണ്ടല്ലോ, അതും ഒരു വകയിലൊരു അഗ്രഷനാണ്. പിന്നെ നിങ്ങൾ നോക്കുവാണെങ്കിൽ മഹേന്ദ്ര സിംഗ് ധോണി ഈസ് ഓൾസോ അഗ്രസീവ് ക്യാരക്ടർ. പിന്നെ വിരാട് കോഹ്ലി, അദ്ദേഹത്തിൻ്റെ മൈൻഡ് സെറ്റ് നിങ്ങൾ നോക്കുവാണെങ്കിൽ എപ്പോഴും അങ്ങനെ തന്നെയാണ്, അതായത് അഗ്രസീവ് നേച്ചറാണ്. അത് അദ്ദേഹം നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ആ റിസൾട്ടൊക്കെ ടീമിന് ഒരുപാട് ഉപയോഗപ്പെട്ടിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് രണ്ടുപേരും അവരുടെ ക്യാപ്റ്റൻസിൽ ബെസ്റ്റ് തന്നെയാണ്. ധോണി ഇത്ര വർഷമായിട്ടാണ് ഇന്ത്യൻ ടീമൊക്കെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വിരാട് കോഹ്ലി ലീഡ് ചെയ്യുവാണ്. അതിൻ്റെ ഒപ്പം ഇത്രയും വർഷങ്ങളായിട്ട് ധോണി ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുവാണ്. അതായത് ഐ ഫീൽ ദാറ്റ് അദ്ദേഹത്തിന് അതിനുള്ള റെസ്പെക്റ്റ് നമ്മൾ കൊടുത്തേ പറ്റൂ. അതായത് അദ്ദേഹത്തിന് എന്തെങ്കിലും ഡിസിഷൻ ഉണ്ടെങ്കിൽ സന്തോഷമായിട്ട് വിരാട് കോഹ്ലിക്ക് ക്യാപ്റ്റൻസി വിട്ടുകൊടുക്കുന്നത് അത് ശരിക്കും വളരെ വലിയ കാര്യമാണ്. കാരണം അത് ആരെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല, കാരണം അതൊക്കെ വളരെ വലിയ കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ ടീം എത്രത്തോളമാണ് മുകളിലുള്ളതെന്ന് വെച്ചാൽ, വിരാട് കോഹ്ലി ക്യാപ്റ്റൻ ആണെങ്കിൽ പോലും ഒരുപക്ഷെ ചിലപ്പോൾ ഇന്ന് ആയിക്കോട്ടെ അല്ലെങ്കിൽ നാളെ ആയിക്കോട്ടെ, ഒരു വർഷം പോലും എടുക്കാം, വിരാട് കോഹ്ലിക്ക് ഒരുപാട് സമയം കിടപ്പുണ്ട്. അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി ഇന്ന് ഇന്ത്യൻ ടീം ഇത്രയും ഉണ്ടെങ്കിൽ നാളെ അദ്ദേഹം ഇത്രയും കൊണ്ടുപോകാനുള്ള കഴിവുള്ള ഒരു മനുഷ്യനാണ്. സോ അവർ രണ്ടുപേരും വളരെ നല്ല ക്യാപ്റ്റൻസാണ്. ക്വസ്റ്റ്യൻ സാർ, എൻ്റെ ചോദ്യം എന്താണെന്നാൽ, നിങ്ങളൊരു മികച്ച പ്ലെയറാണ്. ഇന്ത്യയും ഇന്ത്യൻ ടീമിനെയും സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പെർഫോമൻസ് മികച്ചതായിരുന്നു. നിലവിലെ ഇന്ത്യൻ ടീമിൽ ഒരുപാട് ബോളേഴ്സ് ഉണ്ടല്ലോ സാർ, അതിലേത് ബോളറെയാണ് നിങ്ങൾക്ക് നിങ്ങളെപ്പോലെ തോന്നുന്നത്? ഇല്ല, നിങ്ങൾ എന്താ അതായത് ചോദിക്കുന്നത്? ഇന്നത്തെ ഏത് പ്ലെയറിനെ കാണുമ്പോഴാണ് താങ്കൾക്ക് താങ്കളെ പോലെ കളിക്കുന്നതായി തോന്നുന്നു? ഞാനിത് എവിടെയോ പഠിച്ചിട്ടുണ്ട്. അതായത് എന്തെങ്കിലും നമ്മളെ കൊണ്ട് ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വേറെ ആരെ കൊണ്ട് ഒരിക്കലും നല്ലതായിട്ട് ചെയ്യാൻ പറ്റില്ല. അതായത് ആ പണി എന്നെ കൊണ്ട് മാത്രമേ ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റില്ല, ആരെ കൊണ്ടും പറ്റില്ല. ഹർഭജൻ താങ്കളോട് പല രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. താങ്കളുടെ ദേഷ്യത്തിനെ കുറിച്ച്, താങ്കളുടെ കരിയറിനെ കുറിച്ച്, താങ്കളുടെ കളിയാക്കലിനെ കുറിച്ച്, താങ്കളുടെ ട്വീറ്റിനെ കുറിച്ച്, എല്ലാത്തിനും താങ്കൾ വളരെ വ്യക്തമായിട്ടുള്ള ഉത്തരം നൽകുകയും ചെയ്തു. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ഇന്നത്തെ ജഡ്ജിയായ യശ്പാൽ ശർമ്മയുടെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിയത് ക്രിക്കറ്റിന്റെ തിളങ്ങുന്ന നക്ഷത്രമായ ഹർഭജൻ സിംഗിനോടാണ്. ഹർഭജൻ സിംഗിനോട് ജനങ്ങൾ പല രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. അദ്ദേഹത്തിന്റെ ക്രിക്കറ്റിനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ ലൈഫിനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ ഇൻസ്പിറേഷനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ വൈഫിനെ കുറിച്ചും. ഇന്ന് ആപ്കി അദാലത്തിൽ നമ്മുടെ ജഡ്ജിയായ യശ്പാൽ ശർമ്മയുടെ ജഡ്ജ്മെന്റ് നോക്കാം. നിങ്ങൾ 1995-ൽ അണ്ടർ-16 മാച്ച് കളിച്ചിരുന്നു. അന്ന് 2 അമ്പയർമാർ വന്നിരുന്നു. അതായത് നിങ്ങളുടെ മാച്ചിൽ 2 അമ്പയർമാരുണ്ടായിരുന്നു, അതിലൊന്ന് ഞാനായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കരിയർ ആ അണ്ടർ-16 മുതൽ 2004-ൽ നിങ്ങൾ തിരിച്ചു വരുന്നതുവരെ അതിൽ ഞാൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ 2011-ൽ നിങ്ങൾ വേൾഡ് കപ്പ് ജയിച്ചു, അതിനുവേണ്ടിയും ഞാൻ ചെയർ ചെയ്തിരുന്നു. സോ നിങ്ങളുടെ കരിയർ ഞാൻ വളരെ അടുത്ത് നിന്ന് കണ്ടിട്ടുണ്ട്. പിന്നെ ജനങ്ങൾ ഇതൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഞാനിതൊക്കെ തുറന്നു പറയുന്നത്. ഇദ്ദേഹത്തിന്റെ അണ്ടർ-16 മാച്ച് മുതൽ പട്യാലയിൽ ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ മാച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് മുതൽ ഇദ്ദേഹം വളരെ കുസൃതിക്കാരനാണ്. എന്നിരുന്നാലും ക്രിക്കറ്റ് നിങ്ങൾ വളരെ പാഷനോട് കൂടിയാണ് കളിച്ചത്. എന്റെ ആഗ്രഹം ഒന്ന് മാത്രമാണ്, അതായത് നമ്മൾ വീണ്ടും ഈ നീതിപീഠത്തിൽ വെച്ച് കണ്ടുമുട്ടുകയുണ്ടായി. ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്, വീണ്ടും അതേ പരിശ്രമത്തോടു കൂടി, അതേ പാഷനോട് കൂടി അത്ഭുതകരമായ പെർഫോമൻസുകൾ നടത്തി നിങ്ങൾ ടീമിലേക്ക് തിരിച്ചു വരണം. രാജ്യത്തിന്റെ പ്രശസ്തി നിങ്ങൾ ഉയർത്തണം. താങ്ക് യു സർ. എന്നാലും ഈ നീതിപീഠം നിങ്ങളെ പൂർണ്ണമായും കുറ്റവിമുക്തനാക്കണമെങ്കിൽ നിങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു നല്ല പാട്ട് പാടണം. ഗുരുദാസ് മാൻ സാറിൻ്റെ ഒരു പാട്ടുണ്ട്. जद जोगण दी रुत आवे मुंडा चोरी छिप नैन मिलावे, जद जोबन दी रुत आवे मुंडा चोरी छिप नैन मिलावे, कुड़ी हंस के नीवियां पावे ते समझो मामला गड़बड़ है, मामला गड़बड़ है. താങ്ക് യു. താങ്കൾ സത്യത്തിൽ വളരെ നന്നായിട്ടാണ് പാടിയത്. ഈ ക്രിക്കറ്റ് ഇല്ലാതെ താങ്കളുടെ ഉള്ളിൽ വളരെ വലിയൊരു ടാലന്റ് ഉള്ളതായിട്ട് താങ്ക് യു, കരുതുന്നു. നിങ്ങൾ എൻ്റെ പാട്ടൊക്കെ സഹിച്ചതിന്. പിന്നെ ഞാനിത് ബജി സ്പോർട്സ് എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ട്സൊക്കെ എൻ്റെ പേരിൽ തന്നെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ബ്രാൻഡ് അംബാസഡറായിട്ട് സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഡ്രസ്സ് ഒന്ന് ഇട്ടാൽ ഞാൻ വളരെയധികം സന്തോഷപ്പെടും സാർ. ഞാനും ബജി സ്പോർട്സിൻ്റെ ടീഷർട്ടാണ് ഇട്ടേക്കുന്നത്, ക്യാമോഫ്ലെജ്. ഇന്ത്യൻ ആർമിയുടെ വലിയ ഫാനാണ് സാർ. അതുകൊണ്ട് നിങ്ങൾ ഇത് ഉപയോഗിക്കണം താങ്ക് യു സാർ. വെരി മച്ച്. നമ്മുടെ ജഡ്ജ് സാറിന് ഒരെണ്ണം കൊടുക്കാൻ ഞാൻ തീർച്ചയായും. ആഗ്രഹിക്കുന്നു. അദ്ദേഹം എന്നെ വെറുതെ വിട്ടിട്ടുണ്ടല്ലോ. താങ്കൾ ജഡ്ജ്മെന്റിന് മുമ്പ് കൊടുത്തിരുന്ന ഇത് ബ്രൈവ് ആയാനി. ഇല്ല സാർ, അതുകൊണ്ടാണ് ഞാനിത് ആദ്യമേ തരാത്ത. നന്നായില്ലേ? सर थैंक यू भाई.
ഞങ്ങളുടെ പ്രാർത്ഥന ഇതാണ്, ഹർഭജൻ സിംഗ് ഇതുപോലെ തന്നെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടേയിരിക്കണം. അദ്ദേഹം അഗ്രഷനോടെ കളിക്കണം, നല്ല എനർജിയോടെ കളിക്കണം, നമ്മളെ എല്ലാവരെയും എന്റർടൈൻ ചെയ്തുകൊണ്ടേയിരിക്കണം. ജീവിതത്തിൽ ഇനിയും ധാരാളം ഉയർച്ചകൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം. ഇന്നത്തെ ഷോ ഇതോടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം പുതിയൊരു അതിഥിയോടൊപ്പം. അതുവരെ നന്ദി, നമസ്കാരം.